ഓക്കെ, നമ്മളൊരു പിക്ചർ ആഡ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളൊരു പേജ് എടുത്തു. ഇതിനകത്തോടെ നമ്മൾ പിക്ചർ ഡ്രാഗ് ചെയ്തിടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫയലിൽ പോയിട്ട് ജസ്റ്റ് ഓപ്പൺ പറയാം. അല്ലെങ്കിൽ അതിന് ഷോർട്ട് കീ പറയുന്നത് Ctrl+O ആണ് കേട്ടോ, ഓപ്പൺ. ഇപ്പൊ നമ്മൾ ഈ പിക്ചർ ഓപ്പൺ ചെയ്തു, നമുക്ക് പിക്ചർ വന്നു. ഈ പിക്ചർ നമ്മൾ മൂവ് ടൂൾ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. ഡ്രാഗ് ചെയ്ത് നമ്മൾ പറഞ്ഞ ഈ ഇതിലേക്ക് വന്നിട്ട് ജസ്റ്റ് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പിക്ചറോടെ വരും. ഇപ്പൊ നമുക്ക് ഈ പിക്ചർ ഇങ്ങനെ വന്നപ്പോ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടല്ല ഇതിനകത്തോട്ട് സൂട്ട് ആയിരിക്കുന്നത് അല്ലേ. അതായത് ഇങ്ങനെ പുറത്തോട്ട് പോയിട്ടുണ്ട്, അതിന്റെ ഫുൾ ഇമേജ് അല്ല, ആ ഒരു ഇതിലോട്ട് ക്യാൻവാസിലോട്ട് മാത്രമായിട്ടാണ് നിൽക്കുന്നത്. ഇത് ഇല്ലാതിരിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഈ ഫയലിനകത്ത് കാണുന്ന ഫിഗർ ഉണ്ടല്ലോ, അതായത് നമ്മൾ ഏത് ഫോൾഡറിലാണ് ഇട്ടിരിക്കുന്നത് ആ ഫോൾഡറിൽ ജസ്റ്റ് എടുത്ത് ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോഷോപ്പിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കൊണ്ടുവന്ന്, അതായത് ഈ വൈറ്റ് പോർഷനിൽ കൊണ്ടുവന്ന് ഇടുക. അപ്പൊ നമുക്ക് ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ബോക്സ്, ഇങ്ങനത്തെ ഒരു ഫിഗർ വരും, ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഫിഗർ വരും. ഇത് നമ്മൾ കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് അതിൽ വന്നിരിക്കുന്നത്. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ഇതാണ് നമ്മൾ ജസ്റ്റ് പിക്ചർ ഡ്രാഗ് ചെയ്ത് ഇടുന്നത് ഇങ്ങനെയാണ് കേട്ടോ. രണ്ട് രീതിക്ക് ഡ്രാഗ് ചെയ്ത് ഇടാൻ പറ്റും. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറഞ്ഞോളൂ. മനസ്സിലായിട്ടില്ല? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം. അതായത് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് പിക്ചർ ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാ വെച്ചാൽ ആദ്യത്തെ രീതി എന്ന് പറയുന്നത് ഫയലിൽ പോയിട്ട് ജസ്റ്റ് ഓപ്പൺ പറഞ്ഞ് ഫിഗർ ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് ജസ്റ്റ് മൂവ് ടൂൾ വെച്ചിട്ട് നമ്മുടെ ഈ ബ്ലാങ്ക് ആയിട്ടുള്ള എയറിലേക്ക് ജസ്റ്റ് വന്നിട്ട് പേസ്റ്റ് ചെയ്യുക, വെറുതെ ഇടുക, ഡ്രാഗ് ചെയ്ത് ഇടുക. ഇട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ഫില്ലായിട്ടല്ല വരുന്നത്, ജസ്റ്റ് ഔട്ടൊക്കെ ആയിട്ട് പോകുന്നുണ്ട്, പുറത്തേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ കറക്റ്റ് ഫില്ല, മനസ്സിലായോ? ഇതിപ്പോ ഇങ്ങനെ ഔട്ട് കുറെ ഭാഗങ്ങൾ പുറത്തോട്ട് പോയിട്ടുണ്ട്, ഫുൾ ഫിഗർ ഫില്ലല്ല. ഓക്കെ, ഇങ്ങനെയാണ് ഒരു ഇമേജ് ഇതിനകത്തോട്ട് ഡ്രാഗ് ചെയ്തിടുന്നത്, ഒരു ഒന്നാമത്തെ രീതി. പിന്നത്തെ രീതി എന്ന് പറയുന്നത് ഫയലിൽ നിന്ന് നേരെ നമുക്ക് പിക്ചർ ഡ്രാഗ് ചെയ്ത് നമ്മുടെ ഇതിലോട്ട് ഇടാം, ജസ്റ്റ് ആ ഒരു വൈറ്റ് പോർഷനിലേക്ക് ഇടാം. അതായത് ഇങ്ങനെ ജസ്റ്റ് പിക്ചർ ഫയലിൽ നിന്ന് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ജസ്റ്റ് വൈറ്റ് പോർഷനിലേക്ക് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ കറക്റ്റ് ഫിറ്റ് ആയിട്ട് ഇങ്ങനെ വരും. ജസ്റ്റ് എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫിറ്റ് ആയിട്ട് അവിടെ കിടന്നോളും, എവിടെയെങ്കിലും പുറത്തോട്ട് പോകുന്നില്ല. ഇങ്ങനെ രണ്ട് രീതിയാണ് പിക്ചർ ഡ്രാഗ് ചെയ്ത് ഇടുന്നതിനുള്ള ഓപ്ഷൻ. അതൊക്കെ മനസ്സിലാവാത്തുണ്ടോ? മനസ്സിലായോ എല്ലാവർക്കും? ഇതിപ്പോ എങ്ങനെ യൂസ് ചെയ്യണം, പിക്ചർ ഡ്രാഗ് ചെയ്തിട്ട് എങ്ങനെ മനസ്സിലായോ? ഓക്കെ, അപ്പൊ രണ്ട് രീതിക്കാണ് നമ്മൾ ഡ്രാഗ് ചെയ്ത് പിക്ചർ ഇടുന്നത് കേട്ടോ. ഇനിയിപ്പോ ആദ്യം നമ്മൾ ഡ്രാഗ് ചെയ്ത് ഇട്ടുല്ലോ, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഇട്ടപ്പോ നമുക്ക് പുറത്തോട്ട് പോയെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ പുറത്തേക്ക് പോയത് നമുക്ക് എങ്ങനെ ഇതിനകത്തോട്ട് ഫിഗറിനകത്തോട്ട് ചെറുതാക്കാം, അതായത് ഫിഗറിന് നമുക്ക് റേഷ്യോ മാറാതെ ചെറുതാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് Ctrl+T, അതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഒരു ടൂളിന്റെ ഇതാണ്. ഇമേജിനകത്ത് സോറി റീസൈസ്, അതായത് ലെയേഴ്സിനകത്ത് നമുക്ക് കാണുന്ന ലെയറിനകത്ത് ഒറ്റ മിനിറ്റ് കേട്ടോ. അതായത് ഇപ്പൊ നമ്മൾ ഇട്ടിരിക്കുന്ന ഈ ഫിഗറിന് ചെറുതാക്കാനായിട്ട് Ctrl+T എന്ന് പറയുന്നതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ഇത് വരുന്നത്. Ctrl+T ആണ് അതിന് ഷോർട്ട് കീ വരുന്നത്. ജസ്റ്റ് ഈ എഡ്ജിൽ പിടിച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഇങ്ങനെ ചെറുതാക്കാം. ഓക്കെ, ഏതിലേക്ക് വേണമെങ്കിലും നമുക്ക് ചെറുതാക്കാനായിട്ട് പറ്റും. നമ്മൾ പറയുന്ന സൈസിലൂടെ ചെറുതാക്കാനായിട്ട് പറ്റും. അതിന് ഷിഫ്റ്റ് ഒന്നും പിടിക്കണമെന്നില്ല, ജസ്റ്റ് മൂലയ്ക്ക് പിടിച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ആ റേഷ്യോയിൽ ചെറുതാവും കേട്ടോ. Ctrl+T ആണ് അതിന്റെ ഷോർട്ട് കീ വരുന്നത് കേട്ടോ, Ctrl+T. എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക, ഈ ഷോർട്ട് കീസ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോട്ടോഷോപ്പിൽ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. Ctrl+T. ഓക്കെ സർ, ഇങ്ങനെയാ വന്നത് എനിക്ക്. ഞാൻ പിക്ചർ ഇൻസേർട്ട് ചെയ്തപ്പം അതായത് പിക്ചർ നമ്മള് പുതിയ പേജിലോട്ട് ഡ്രാഗ് ചെയ്ത് ഇട്ടു അല്ലേ? ഞാൻ ഓപ്പൺ കൊടുത്തു. ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ പേജിലോട്ട് ഡ്രാഗ് ചെയ്ത് ഇട്ടോളൂ. പേജിലേക്ക് വന്നത് ഇങ്ങനെയാണ്. പേജിലോട്ട് വന്നത് ഇങ്ങനെയാണ്. ആ മൂവ് ടൂൾ വെച്ചിട്ട്
ഞാൻ ഒന്ന് ജസ്റ്റ് കാണിക്കാം കേട്ടോ. പിക്ചർ ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ ഷെയർ ചെയ്ത് നോക്കൂ. ഞാൻ പിക്ചർ ഓപ്പൺ ചെയ്തപ്പോ ഇങ്ങനെയാണ് വന്നത്. നമ്മൾ മൂവ് ടൂൾ ഉപയോഗിച്ച് ജസ്റ്റ് ആ പിക്ചറിനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാണ്. ഡ്രാഗ് ചെയ്ത് നമ്മുടെ പുതിയ ഫയൽ ഉണ്ടല്ലോ, അതായത് അൺടൈറ്റിൽഡ് 1 എന്ന് പറയുന്ന പുതിയ പേജ്, അതിലോട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടെ ഇടുന്നു. ഓക്കെ, മനസ്സിലായോ? അത് കണ്ടിടുന്നു. ഓക്കെ, ഇത് പിന്നെ ഇങ്ങനെ വന്നു. അല്ല, ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ മൗസ് വിടാൻ പാടില്ല. അവിടെ വെച്ചിട്ട് തന്നെ ആ വൈറ്റ് പോർഷനിൽ വന്നിട്ട് വേണം ഡ്രാഗ് ചെയ്തിട്ട് വിടാനായിട്ട്. അങ്ങനെയാണ് വരുന്നത് അല്ലേ? അതായത് ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം, ഒരൊറ്റ മിനിറ്റ്. നമ്മൾ ഫയലിൽ ഓപ്പൺ ചെയ്ത ഫിഗർ ഞാൻ മൗസ് പോയിന്റ് കൊണ്ട് ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്ത് ഞാൻ വലിക്കുകയാണ്. ഡ്രാഗ് ചെയ്തിട്ട് നമ്മുടെ ഓക്കെ ഇങ്ങനെ ഇടാം. അപ്പൊ നമുക്ക് മനസ്സിലാവും. നമ്മൾ ഇത് പിക്ചർ ഡ്രാഗ് ചെയ്തിട്ട് നമ്മൾ പുതിയ പേജിലോട്ട് ജസ്റ്റ് ഇങ്ങനെ ഇടുന്നു. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ആ ഒരു ക്ലിപ്പിംഗ് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പോരും. ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും. കണ്ടോ, ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പോരും കേട്ടോ. ജസ്റ്റ് ഇവിടുന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ഇതായിട്ട് മാറും. അതേപോലെ ഇത് വലിച്ചു കഴിഞ്ഞാൽ അതേപോലെ ഇതായിട്ട് മാറും. ഓക്കെ, 2 വിൻഡോ ആയിട്ട് മാറും. ചെയ്ത് നോക്കിയൊക്കെ എല്ലാവരും. അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് പുതിയ പേജിലോട്ട് ഇട്ടാൽ മതി. കൺട്രോൾ പി കൊടുക്കുമ്പോഴത്തേക്കും പ്രിന്റർ ആണ് വരുന്നത്. അതായത് നമുക്ക് ചെറുതാക്കാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ടി യൂസ് ചെയ്യുന്നത് കേട്ടോ. കൺട്രോൾ ടി. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. ഞാന് പുതിയ സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് മുതലേ ഒന്ന് നോക്കേണ്ടി വരും. അപ്പൊ ഞാന് ഇന്നത്തെ ക്ലാസ് ഞാൻ കേട്ടിരുന്നു. പക്ഷെ എന്റെ ലാപ്പില് പിന്നെ വൈഫൈ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നെറ്റ് റെഡിയാക്കാൻ പറ്റുന്നില്ല. നെറ്റ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്? ഹോട്ട്സ്പോട്ട് വെച്ചിട്ടാണോ? മൊബൈലിന്റെ ഹോട്ട്സ്പോട്ട് വെച്ചിട്ടാണോ കണക്ട് ചെയ്യുന്നത്? അതെ, ഫോണിന്ന് ഹോട്ട്സ്പോട്ട് വഴി. ഹോട്ട്സ്പോട്ട് വഴിയാണ്. അപ്പൊ മൊബൈലിലെ ഹോട്ട്സ്പോട്ട് ഓൺ ആക്കിയിട്ടുണ്ടല്ലേ? അതെന്ത്? അതായത് സിസ്റ്റത്തിലത്തെ വൈഫൈ ഓൺ ആണോ? ഇല്ല, ഞാനിപ്പോ പിന്നെ ഫുഡ് കഴിച്ചിരുന്ന ഇതിലാണ്. അപ്പൊ ഞാൻ വെറുതെ ക്ലാസ് കേട്ട് നോക്കിയതാണ്. അതല്ലേ, അപ്പൊ സിസ്റ്റത്തില് വൈഫൈ കണക്ട് ചെയ്തിട്ട് വേണം ഇത് നോക്കാനായിട്ട്. ഞാനൊന്ന് നോക്കിയിട്ട് ഞാൻ പിന്നെ പറയാം. ആയിക്കോട്ടെ, അത് പേഴ്സണലായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. ആയിക്കോട്ടെ. ഓക്കെ. സാറിന്റെ പേരെന്താ? പരിചയപ്പെട്ടിട്ടില്ല. എന്റെ പേര് ഡിറ്റോ എന്നാണ് കേട്ടോ. ഡിറ്റോ, പേര് വരുന്നത് ഡിറ്റോ എന്നാണ്. ഡിറ്റോ. ഓക്കെ. ഓക്കെ, ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ശരി, ഓക്കെ. അപ്പൊ എല്ലാരും ഇത് ചെയ്ത് നോക്കിയിരുന്നോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഇല്ല, അത് റെഡി ആവുന്നില്ല. അങ്ങനെ തന്നെയാണ് വന്നിട്ട്. അങ്ങനെയാണ് വന്നു നിൽക്കുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒരു വിൻഡോ, ഇങ്ങനെ 2 വിൻഡോ ആക്കി ഇട്ടോ. സാറ് കൊണ്ടിടുന്ന പോലെ ഓപ്പൺ ചെയ്യുമ്പം ആ ക്യാൻവാസിലേക്ക് ഫില്ലായിട്ട് വരുന്നില്ലേ? ഫസ്റ്റിൽ അങ്ങനെ വരുന്നില്ല. അതായത് ഫുള്ളായിട്ട് വരുന്നില്ല എന്നല്ലേ? പിക്ചർ വരുന്നുണ്ട്. സെൻട്രലായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്, അവിടുന്ന് മൂവ് ആക്കാൻ ചെറുതായിട്ട് വരുന്നുള്ളൂ. ഏതാണ്? ചെറുതായിട്ടേ വരുന്നുള്ളൂ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഇമേജിന്റെ റെസൊല്യൂഷൻ അനുസരിച്ചിട്ടാണ് പിക്ചറോട്ട് വരുന്നത്. നമ്മുടെ റെസൊല്യൂഷൻ 300 കൊടുത്തിരിക്കുന്നത്. ചിലപ്പോൾ പിക്ചറിന്റെ റെസൊല്യൂഷൻ 72 ആയിരിക്കാം. ഓക്കെ, അപ്പോ അതിന്റെ റെസൊല്യൂഷൻ വെച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമായിരിക്കും. അതല്ലാതെ നമുക്ക് പിക്ചർ ഡ്രാഗ് ചെയ്തിടുമ്പോൾ പിക്ചർ അങ്ങനെ വരുന്നുണ്ട് അല്ലേ? പിക്ചർ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അത് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പിക്ചർ വരുന്നുണ്ടെന്നാണ് നമുക്ക് വേണ്ടത്. പിക്ചർ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്തിടുമ്പോൾ നമുക്ക് പിക്ചർ ആ ക്യാൻവാസിലോട്ട് വരുന്നുണ്ട്. ഓക്കെ.
ഇപ്പൊ പിക്ചറിന്റെ പകുതിയായിട്ടാ കാണുന്നത്. അത് ആ പിക്ചർ നമ്മൾ ക്ലോസ് ചെയ്തിട്ട് എടുക്കും. അതായത് ചിലപ്പോ എന്തെങ്കിലും എറർ ആയിരിക്കും. അത് ആ പിക്ചർ ഒന്ന്, അതായത് പുതിയ ഞാൻ അതിനകത്ത് പറയാം, ഒന്ന് മൊത്തത്തിൽ ക്ലോസ് ചെയ്യോ? ആ. ഓക്കെ, ഈ പേജും ക്ലോസ് ചെയ്തോളൂ. ഓക്കെ, ഇനി ന്യൂ പേജ് പറഞ്ഞാൽ എടുക്കോ? ഓക്കെ, ഇനി അത് പിക്ചർ ഓപ്പൺ പറയോ? ഫയലിൽ ഓപ്പൺ, ഒരു ഫിഗർ എടുത്തു, ഓപ്പൺ. ഓക്കെ, ഇനി ആ പിക്ചർ ഡ്രാഗ് ചെയ്തിട്ട് ആ പുതിയ മറ്റേ നമ്മുടെ പഴയ പേജിലോട്ട് ജസ്റ്റ് ഡ്രാഗ് നിട്ടേ. ഡ്രാഗ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെയാ വന്നേ. ഡ്രാഗ് ചെയ്യുമ്പോ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? അതായത് ആ ഒരു ഫിഗർ ആയിട്ടാ വരുന്നത് അല്ലേ? ഇത് PNG ആണല്ലേ? അതെ, PNG ആ. PNG ആണ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. കുഴപ്പമില്ല. ഇതിപ്പോ ഡ്രാഗ് ചെയ്തിട്ട് അപ്പൊ അതിലേക്ക് ഇടാൻ കഴിയുന്നില്ല. അല്ല, PNG ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് ആ ഫിഗറിൽ ഇടാൻ പറ്റുന്നില്ല. ഇല്ല. അപ്പൊ ഞാൻ വേറെ ഐഡിയ കൂടി പറഞ്ഞുതരാം. നമുക്ക് അത് ഫോട്ടോഷോപ്പിനകത്ത് പല ഐഡിയാസ് ഉണ്ട്, പല രീതിക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമുക്ക് Ctrl+A പ്രസ് ചെയ്യാം. ഒരു സെലക്ഷൻ വരും ചുറ്റുപാടും. അതായത് ഞാൻ കാണിച്ചു തരാം, ഒന്നിച്ച് കാണിച്ചു തരാം. ഞാൻ ഇതിനകത്ത് ഇവിടെ കാണിച്ചു തരാം. അതായത് അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് ഒരു പിക്ചർ എടുത്തിട്ട് അങ്ങനെ ഡ്രാഗ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ Ctrl+A പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ചുറ്റുപാടും ഒരു ലൈനിങ് വരും. അതിന് ജസ്റ്റ് Ctrl+C പ്രസ് ചെയ്യാം. ഷോർട്ട് കീസ് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ ഈ കീസൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. Ctrl+A പ്രസ് ചെയ്യുമ്പോൾ സെലക്ഷൻ വരും. Ctrl+C പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് നിന്ന് കോപ്പി കിട്ടും. Ctrl+C ജസ്റ്റ് കോപ്പി എടുത്ത് വെച്ചിട്ടുള്ളൂ നമ്മുടെ കയ്യില്, എവിടെയും കാണിക്കില്ല. പുതിയ പേജിൽ വന്നിട്ട് ജസ്റ്റ് Ctrl+V, സാധാരണ കോപ്പി പേസ്റ്റ് ചെയ്യണ പോലെ. അതെല്ലാരും ചെയ്ത് നോക്കിയോ? ഈ സൈസിലാണ് ഇത്, സൈസ് കുറഞ്ഞ് സെന്ററിൽ ചെറിയൊരു ഭാഗം മാത്രമായിട്ടാണ് ഇപ്പൊ അതൊക്കെ അത് വന്നത് ചിലപ്പോ പിക്ചറിന്റെ റെസൊല്യൂഷൻ എത്ര കൊടുത്തിരിക്കുന്ന മാറ്റം. പിക്ചർ വന്നിട്ടുണ്ട്, ലെയറിലൊക്കെ കാണുന്നുണ്ടോ? നമുക്ക് Ctrl+V അടിച്ചപ്പോ ഇത് വരുന്നുണ്ട്. വരുന്നുണ്ട്, വന്നു അല്ലെ? പുതിയ പേജിലോട്ട് വന്നു. അതെ. ഓക്കെ, അപ്പൊ 3 ടൈപ്പിലുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഡ്രാഗ് ചെയ്തിടുക. രണ്ടാമത്തെ ഒരു മൂവ്മെന്റ് എന്ന് പറയുന്നത് Ctrl+A പ്രസ് ചെയ്തു, അതിനുശേഷം Ctrl+C പ്രസ് ചെയ്തു, അതിനുശേഷം Ctrl+V പ്രസ് ചെയ്തു, പുതിയ പേജിലോട്ട് Ctrl+V പ്രസ് ചെയ്തു. അത് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ. പിന്നെ വരുന്നത് ജസ്റ്റ് ഫോൾഡർ ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്ത് വൈറ്റ് പോർഷനിലേക്ക് ഇടുന്നു. അപ്പൊ നമുക്ക് മൊത്തം ഫിറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് വരും. അങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് ഈ പിക്ചർ നമ്മുടെ ഫോട്ടോഷോപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. നമ്മുടെ പുതിയ പേജിലോട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോ നമുക്ക് വേറെ കാര്യം പറഞ്ഞുതരാം. നമുക്ക് ഈ ഫോട്ടോഷോപ്പിനകത്ത് പല ഫോർമാറ്റുകൾ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. JPG മാത്രമല്ല നമുക്ക് ഇതിനകത്ത് ഓപ്പൺ ആവാം. PNG ഉണ്ട്, EPS ഉണ്ട്, അതുപോലെ പല ഫോർമാറ്റുകൾ, ടിഫ് ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന പല ഫോർമാറ്റുകൾ നമുക്ക് ഇതിനകത്തോട്ട് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ അതിന്റെ റെസൊല്യൂഷനും അതേപോലെ തന്നെ അതിന്റെ സൈസൊക്കെ അനുസരിച്ചിട്ടാണ് ഫോട്ടോഷോപ്പിൽ നമുക്ക് റൺ ചെയ്യാനായിട്ടൊക്കെ പറ്റുക. ചില മാറ്റങ്ങളൊക്കെ നമുക്ക് ഡോക്യുമെന്റ് പുതിയ പേജിലോട്ട് ഇടുമ്പോൾ പല മാറ്റങ്ങൾ നമുക്ക് വരാം, സാധ്യതകളുണ്ട്. ഡോക്യുമെന്റിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതായത് ചിലപ്പോൾ റെസൊല്യൂഷൻ കൂടുതലുള്ള ഫയലായിരിക്കാം, നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നത് റെസൊല്യൂഷൻ കുറഞ്ഞിട്ടുള്ളതായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് ഡിഫറൻസ്, സൈസുകളിലുള്ള ഡിഫറൻസ്, അങ്ങനെയൊക്കെ വരുന്ന മാറ്റങ്ങൾ നമുക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനത്തെ മൂവ്മെന്റും കാര്യങ്ങളൊക്കെ വരുന്ന മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ അപ്പോ അതാണ് ആ ഒരു മൂവ്മെന്റിനെ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സംഭവം. ഒരു എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചോദിക്കണേ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ അതിനുശേഷം മുമ്പ് പഠിച്ച ക്രോപ്പ് ടൂൾ ആണ്. ക്രോപ്പ് ചെയ്യാന്ന് പറയുന്നത് ജസ്റ്റ് ക്രോപ്പ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാൻ പറഞ്ഞല്ലോ. ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാം. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ സെൻട്രൽ അലൈൻമെന്റോ നമുക്ക് ഗ്രിഡൊക്കെ നോക്കി കറക്റ്റ് അലൈൻമെന്റിൽ നമുക്ക് ക്രോപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പൊ അത് ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ക്രോപ്പ് ടൂള്. ഓക്കെ, അപ്പോ നമ്മളിപ്പോ പിക്ചർ ഇടാനായിട്ട് പഠിച്ചു. അതായത് ഫോട്ടോഷോപ്പിനകത്ത് പുതിയ പേജിലേക്ക് നമ്മൾ പിക്ചർ ആഡ് ചെയ്യാനായിട്ടുള്ളത് നമ്മൾ നോക്കി.
അത് 3 ഓപ്ഷൻ ഞാൻ പറഞ്ഞു തന്നു. ഒന്ന് നമുക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. കൺട്രോൾ സി പ്രസ് ചെയ്തു, കൺട്രോൾ വി പ്രസ് ചെയ്തു, പുതിയ പേജിൽ കാണുന്നു, കൺട്രോൾ വി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒന്ന് കിട്ടി. പിന്നെ ഒന്ന് ഡ്രാഗ് ചെയ്തിടാൻ പഠിച്ചു. ജസ്റ്റ് ഡ്രാഗ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഇമേജ് കിട്ടും. അതല്ല ഫോൾഡറിൽ നിന്ന് ഡ്രാഗ് ചെയ്തിടുമ്പോൾ നമുക്ക് കുറച്ച് ഫിറ്റ് ആയിട്ട് കിട്ടും. അതിന് സ്മാർട്ട് ഒബ്ജക്റ്റ് എന്നാണ് പറയാ. ആ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കിട്ടും നമുക്ക് കേട്ടോ. അപ്പൊ വഴിയെ വഴിയെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായിട്ട് വരും കേട്ടോ. നമുക്കിത് പെട്ടെന്ന് പറയുമ്പോൾ ഒരു ഇതായിട്ട് തോന്നുമെങ്കിലും നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇത് സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ സ്ഥിരം ഇനി കേൾക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ടൂളിലേക്ക് ഞാൻ പോവാണ്. അതായത് നെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നത് ഐ ഡ്രോപ്പർ ടൂൾ എന്നാണ്. അതായത് നമുക്ക് ഞാൻ ഒരു ഫിഗർ അതിന് വേണ്ടിയിട്ട് എടുക്കുവാണ് കേട്ടോ. ജസ്റ്റ് ഫയലിൽ പോയിട്ട് ഞാൻ ഓപ്പൺ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സാറ് ക്യാൻവാസ് വലുതാക്കിയില്ലേ? ചെറുത് സെന്ററിൽ നിന്നത് അത് സൂം വന്നില്ലേ? കേട്ടില്ല. ഇപ്പൊ സാറ് സെന്ററിലുള്ള ക്യാൻവാസ് സൂം ചെയ്ത് വരുന്ന പോലെ ഇങ്ങനെ വന്നില്ലേ? അത് സൂം ചെയ്തതാണോ? അത് സൂം ചെയ്തതാണ്. ഞാൻ സൂം ചെയ്തതാണ് കേട്ടോ. സൂം ടൂൾ വെച്ചിട്ട് സൂം ചെയ്തതാണ് കേട്ടോ. അങ്ങനെ ആക്കണതല്ലേ? അതായത് ആ ക്യാൻവാസ് നമുക്കിപ്പോ ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ ആ സെറ്റിങ്സ് പറഞ്ഞുതരാം. അതായത് നമുക്ക് എഡിറ്റിൽ പോയിട്ട് പ്രിഫറൻസ് എടുക്കുക, അതിനകത്ത് ജനറൽ എടുക്കുക. എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ടൂൾസ് എടുത്തിട്ട് സൂം വിത്ത് സ്ക്രോൾ വീൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മൗസിന്റെ തിരിക്കുന്ന മറ്റേ സെന്ററിലുള്ള ഒരു ബോളില്ലേ, അത് വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് സൂമിങ് സൂം വിത്ത് സ്ക്രോൾ വീൽ കേട്ടോ. ഇത് എനേബിൾ ചെയ്തിടണം. ജസ്റ്റ് എനേബിൾ ചെയ്തിട്ടുണ്ടാവില്ല, എനേബിൾ ചെയ്തിടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് മൂവ് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട്. നമുക്ക് വലുപ്പം കൂട്ടാൻ നമുക്ക് ഇത് മൗസ് പോയിന്റ് അവിടെ വെച്ച് അവിടെ മാത്രം നമുക്ക് സൂം ചെയ്യാം. കുറച്ചും കൂടി ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? എല്ലാവർക്കും ഡൗട്ട് ഉണ്ടായില്ലേ? ഇല്ല. ഓക്കെ, നമുക്ക് ഇതേപോലെ ഇതിനകത്ത് വരക്കയിലൊക്കെ വരുന്നത് കൊണ്ട് നമുക്ക് മൗസ് യൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. ലാപ്പിലൊക്കെ ആണെങ്കിൽ മൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യണതായിരിക്കും ബെറ്റർ കേട്ടോ. അത് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിൽ മൗസ് ഒതുങ്ങിയാലാണ് നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് ചെയ്യാനായിട്ട് പറ്റും, ബ്രഷിംഗ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പൊ അത് കാരണം നമ്മൾ മൗസ് യൂസ് ചെയ്യണതായിരിക്കും ഏറ്റവും ബെറ്റർ. ലാപ്പിന്റെ മറ്റേ ടച്ച് പാഡില് അത്രയ്ക്കാണ്ട് സ്മൂത്ത്നെസ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് നമുക്ക് മൗസ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ കേട്ടോ. പിന്നെ മൗസിൽ ചെയ്യുകയാണെങ്കിൽ വയർലെസ് മൗസ് അല്ലേ നല്ലത്? വയർലെസ് മൗസ് ആണ് നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റേ വയർഡായാലും കുഴപ്പമൊന്നുമില്ല. രണ്ടിന്റെയും പ്രവർത്തനം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വയർലെസ് നമുക്ക് എങ്ങനെ മൂവ് ചെയ്യാനായിട്ട് വയറില്ലാത്തതുകൊണ്ട് നമുക്ക് ഒന്നുകൂടി ഫ്രണ്ട്ലി ആവും. മറ്റേതാണ് വയറുണ്ടാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ട്, അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു അടുത്ത ടൂളിലോട്ട് പോവാം. നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഐ ഡ്രോപ്പർ ടൂൾ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് യൂസ് ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇപ്പൊ ഈ ഒരു കളർ പിക്ക് ചെയ്തിട്ട് ഞാൻ ഒരു മറ്റേ റെക്ടാംഗിൾ ടൂൾ വെച്ചിട്ട് ഒരു ബോക്സ് ഇവിടെ വരയ്ക്കുകയാണ്. ഓക്കെ, നമുക്ക് അതിനുശേഷം നമ്മളിവിടെ കളറ് സോളിഡ് കളർ നമ്മൾ ഇന്നലെ നോക്കിയിരുന്നല്ലോ. ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ വന്നിട്ട് നമ്മൾ സോളിഡ് കളർ നോക്കിയിരുന്നു ഇല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇവിടെ ആ ഒരു ടൂൾ വരുന്നുണ്ട്, പിക്കർ ടൂൾ വരുന്നുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഈ ടൂളും, സെയിം ടൂളാണ്. പിക്ക് ചെയ്യാൻ വേണ്ടി കളർ മാറ്റാനായിട്ട് പിക്ക് ചെയ്യാൻ നമുക്ക് എവിടെയാണോ ഏത് കളറാണോ വരേണ്ടതെന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാം. കണ്ടോ, ഏത് കളർ വേണമെങ്കിലും നമുക്ക് ഏത് കളർ കൊടുക്കണമെങ്കിൽ ആ കളർ നമുക്ക് പിക്ക് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയാണ് ഈ കളർ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഈ ടൂൾ യൂസ് ചെയ്യണത് കേട്ടോ. ഓക്കെ, നമുക്ക് അത് വെച്ചിട്ട് മൂവ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അത് അറിയുന്ന കാര്യമാണ്, നമുക്ക് ഇന്നലെ ചെയ്തു നോക്കിയതാണ്. അതിനാണ് ഈ ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കളർ പിക്ക് ചെയ്യാനും നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും?
ഇല്ല. ആ ടൂൾ എവിടെ നിന്ന് എടുക്കുന്നത്? ഏതാണ്? കേട്ടില്ല. ആ ടൂൾ എടുക്കുന്നത് എവിടുന്നാണ്? മനസ്സിലായോ സാർ? എന്താ പറഞ്ഞ മനസ്സിലായില്ല. ആ ടൂൾ എടുക്കുന്നത് എവിടുന്നാണ്? ടൂള് ടൂള് നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്. ഐ ഡ്രോപ്പർ ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിപ്പോ നമ്മളിപ്പോ ഞാൻ ഇന്ന് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ റെക്ടാങ്കിൾ ടൂൾ വെച്ച് ജസ്റ്റ് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ടൂള് നമുക്ക് അവിടെ ഓട്ടോമാറ്റിക്കലി തന്നെത്താനെ വരും. നമ്മൾ അത് എടുക്കാൻ വേണ്ടി പോകണമെന്നില്ല. ഓട്ടോമാറ്റിക്കലി അവിടെ നമുക്ക് ആ ടൂൾ തന്നെ നമുക്ക് സെലക്ട് ചെയ്ത് വരും. ഓക്കെ, ഇവിടെ ഇങ്ങനെ വരുന്നത് നോക്കട്ടെ. അതെന്താണെന്നറിയോ മാം? എടുത്തിരിക്കുന്ന ആ ഒരു ഫിഗർ എന്ന് പറയുന്നത് PNG ആണ്. നമുക്ക് JPG-യിലാണ് അങ്ങനെ നമ്മൾ സ്മൂത്ത് പഠിക്കുമ്പോൾ എപ്പോഴും അത്രയും JPG ആണ് ഏറ്റവും നല്ലത്. PNG ആകുമ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഇതേപോലെ മറ്റേ റെഡ് കളറിൽ പിക്ക് ചെയ്യുകയാണെങ്കിൽ പിക്ക് ചെയ്യാം. നോക്കിക്കോളൂ. ജസ്റ്റ് ഡ്രാഗ് ഒരു ബോക്സ് വരയ്ക്കോ. വരച്ചിട്ടുണ്ട് ഇവിടെ. വരച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. ഇനി സോളിഡ് കളറല്ലേ നമ്മൾ സാധാരണ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ പോയിട്ട് സോളിഡ് കളർ ജസ്റ്റ് കൊടുക്കോ. കൊടുത്തോ? അപ്പൊ നമുക്ക് നമ്മൾ ഈ പൂവിന്റെ അടുത്തേക്ക് നമ്മൾ മൗസ് പോയിന്റ് കൊണ്ടുവരുവാണെങ്കിൽ ആ പിക്കർ ടൂൾ ആയിട്ടാവും എടുക്കുന്നുണ്ടാവും. നോക്കി നോക്കൂ. ഇതിപ്പം ഞാന് സെലക്ട് ചെയ്തിട്ടൊന്നുമില്ല. ഓട്ടോമാറ്റിക്കലി ആ പിക്കർ ടൂൾ തന്നെ വരും. നമുക്ക് കളർ സെലക്ഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ വരും. അതെ. അതിന് അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്. ഓട്ടോമാറ്റിക്കലി ആ ടൂൾ നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല. ആ ടൂൾ നമ്മൾ വരുന്നത് തന്നെ വരുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് ആ ടൂളിന്റെ ഇത്. കളർ പിക്ക് ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിനകത്ത് നമുക്ക് കളറ്, നമുക്ക് മെയിൻ ആയിട്ട് ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ കളറിന്റെ മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് നമ്മൾ വിൻഡോയില് ഇൻഫോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഇൻഫോ, അതിന്റെ ഷോർട്ട് കീ F8 ആണ് കേട്ടോ. ഇൻഫോ അതെല്ലാവരും ജസ്റ്റ് എടുത്ത് നോക്കുക. വിൻഡോയില് ഇൻഫോ F8 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു വിൻഡോ വരും. ഇൻഫോ എന്ന് പറഞ്ഞ വിൻഡോ വരും. നമ്മൾ ഈ ഒരു ടൂൾ വെച്ചിട്ട് നമുക്ക് കളർ പിക്ക് ചെയ്യാം. അതായത് ഈ ടൂൾ വെച്ചിട്ട് പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ, നമ്മൾ പ്രിന്റിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ കളർ പെർസെൻറ്റേജ് നോക്കിയിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെ പിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ട ജസ്റ്റ് മൗസ് പോയിന്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് അതിന്റെ കറക്റ്റ് മെഷർമെന്റ് അവിടെ വരും. അതിന്റെ കളർ എത്രയുണ്ട്? സിയാൻ, മജന്ത, യെല്ലോ, ബ്ലാക്ക് ആണ് CMYക്ക്. അതിന്റെ കളറിന്റെ എത്ര പെർസെൻറ്റേജ് കളേഴ്സ് അവിടെ വന്നിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വൈറ്റ് പോർഷനിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങളുണ്ട്. 15, 9, 14 അങ്ങനെ പറഞ്ഞിട്ട് വ്യത്യാസങ്ങൾ കാണാം. അതിനും നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും ഈ ടൂള് കേട്ടോ. ഓക്കെ, പക്ഷെ പറഞ്ഞെന്നുള്ളൂ, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല മനസ്സിലാക്കാൻ. നമ്മൾ കളറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരായതുകൊണ്ട് അപ്പൊ കളറിനകത്ത് മാറ്റി ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു രണ്ട് ടൂളിന്റെ കാര്യങ്ങൾ, ഇപ്പൊ ക്രോപ്പ് ടൂളും ഈ പിക്കർ ടൂളിന്റെ കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ഒരു ടൂൾ എന്ന് പറയുന്നത്, ഇത് ഞാൻ ക്ലോസ് ചെയ്യാണ് കേട്ടോ. അടുത്ത ടൂൾ എന്ന് പറയുന്നത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൂളാണ്. ഈ ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമേജ് ടച്ച് ചെയ്യാനൊക്കെ ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഇപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 3 എണ്ണം നോക്കാം. ഇതിനുള്ളിലത്തെ സ്പോട്ട് ഹീലിംഗ് ടൂളിനകത്തുള്ള 3 ടൂളിന്റെ കാര്യങ്ങൾ ജസ്റ്റ് നോക്കാം. അതായത് ഹീലിംഗ് ടൂളും അതേപോലെ പാച്ച് ടൂളും. പിന്നെ റെഡ് ആയി വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അത് ആയിട്ടില്ല, ജസ്റ്റ് ഇത് കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് സ്പോട്ട് ഹീലിംഗ് ടൂൾ എങ്ങനെയാണ്, നമുക്ക് ബ്രഷ് ടൂൾ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഫിഗർ ഇതിനകത്തോട്ട് കൊണ്ടുവരണം. അപ്പൊ ഞാൻ ജസ്റ്റ് ഫയലിൽ പോയിട്ട് ഓപ്പൺ ചെയ്യുന്നതിന് പകരം ജസ്റ്റ് ബ്ലാങ്ക് ആയി കിടക്കുന്ന ഈ ഒരു പോർഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്തു. അപ്പോഴും ഓപ്പൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും. ഓക്കെ, നമ്മളിവിടെ പോയിട്ട് ഫയലിൽ ഓപ്പൺ പറഞ്ഞാൽ തന്നെ വരും. അതല്ലാതെ നമ്മൾ ഈ ബ്ലാങ്ക് സ്പേസിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് തന്നെ വരും. അപ്പൊ ഞാൻ ഫിഗർ ഓപ്പൺ ചെയ്യാണ് കേട്ടോ. ഞാൻ സ്ക്രോളിലേക്ക് ഇങ്ങനെ തിരിച്ചു കഴിയുമ്പോൾ സൂം ആവുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞ ഈ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ബ്രഷ് ഉണ്ട്. നമുക്ക് ബ്രഷിംഗ് ആണെങ്കിൽ അടുത്ത ഇതിലോട്ട് മാറണം. നമ്മൾ പഠിക്കുന്ന രീതിക്ക് ബ്രഷ് ടൂളാണ് അടുത്തത് ചെയ്യുന്നത്. നമുക്ക് ഇതിനകത്ത് ബ്രഷിന്റെ സൈസ്, അതായത് ഈ റൗണ്ട് കാണുന്നില്ലേ, ഇപ്പൊ ഇതിന്റെ ഈ ബ്രഷ് ടൂളിന്റെ റൗണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ റൈറ്റിലേക്ക് കൊടുക്കുക. കൊടുത്ത് കഴിഞ്ഞ സൈസ് ഉണ്ടാവും.
പക്ഷെ ഇവിടെ വലിപ്പം കൂടും, കൂടി കൂടി വരുന്നു കണ്ട. ഓക്കെ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുമോ? ജസ്റ്റ് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ റൈറ്റിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ടൂൾ ഇതാണ് കേട്ടോ, ബ്രഷ് സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞ ടൂളാണ് കേട്ടോ. അതിന്റെ ഷോർട്ട് കീ വരുന്നത് ജെ എന്നാണ് കേട്ടോ, ജെ. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് റൈറ്റിലേക്ക് കൊടുത്ത് നമുക്ക് നമ്മുടെ ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഫേസിനകത്ത് ടച്ച് ചെയ്യാൻ വേണ്ടി കുറച്ച് പിമ്പിൾസ് ഉണ്ട്. അപ്പൊ നമുക്ക് പിമ്പിൾസ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. അത് ജസ്റ്റ് ഞാൻ പിന്നെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തു. ഞാൻ എന്നിട്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് കൊടുത്തു. ഓക്കെ, കറക്റ്റ് ആയിട്ട് അവിടെ പാച്ചായി. ഓക്കെ, അപ്പോ ഇങ്ങനെ പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടൂള് യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ടച്ച് ചെയ്തിട്ട് ആ ഒരു ഫിഗർ ഇപ്പൊ നേരത്തെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ കട്ട് ചെയ്യാനായിട്ട് കുറെ അധികം ഫെസിലിറ്റീസ് നമ്മൾ ഇന്നലെ പറഞ്ഞില്ല, 3 ടൈപ്പ് ഇന്നലെ പറഞ്ഞു. അതേപോലത്തെ ടച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ടൂളാണ് ഇത് കേട്ടോ. ഓക്കെ, ഇതിലും കുറച്ച് പോരായ്മകളുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നത് കൊണ്ട് കറക്റ്റ് ആയിട്ട് ചില ഭാഗങ്ങളിൽ ആവണമെന്നില്ല. എഡ്ജൊക്കെ വരുമ്പോൾ കറക്റ്റ് ആയിട്ട് ടച്ച് ആവില്ല. അങ്ങനെയൊക്കെ ഒരു പാടൊക്കെ വരുന്നുണ്ട് കണ്ടോ, അങ്ങനെ ജസ്റ്റ് ഒരു ഏരിയ ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ്. ഞാൻ ജസ്റ്റ് ഈ ഇമേജ് ഞാനിപ്പോ തന്നെ ഗ്രൂപ്പിൽ ഇടാം, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക എല്ലാവരും കേട്ടോ. ഞാൻ ഇമേജ് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഞാൻ ഇമേജ് ഷെയർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം കേട്ടോ. അതായത് ആ ഇമേജ് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യാം. ഓക്കെ, അപ്പൊ ടച്ച് ആവുന്നുണ്ട്. ഓക്കെ, ഇതിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കാം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ആർക്കും ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. പിക്ചർ കിട്ടിയോ എല്ലാവർക്കും? കിട്ടി. ഓക്കെ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കി നോക്കൂ. ആ ഒരു ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് നോക്കി നോക്കൂ. അവിടെ ടച്ച് ചെയ്ത് വൃത്തിയാക്കാൻ പറ്റുമെന്ന് നോക്കി നോക്കൂ. ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞ ഒന്ന് പറയാനുണ്ടോ? ഓക്കെ, എല്ലാം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ടൂൾ വെച്ചിട്ട് അങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബ്രഷ് ചെയ്യാനായിട്ടാണ് പറ്റുള്ളൂ. ബ്രഷ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ആ പാച്ച് ചെയ്ത് പോകുന്നു. നേരെ മറിച്ച് നമ്മൾ അകത്തുനിന്ന് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു ടൂൾ ഉണ്ട്, ഹീലിംഗ് ബ്രഷ് ടൂൾ. ഈ ടൂളിന് പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു ഫിഗർ ടച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാച്ച്, അതായത് ഓൾട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൗസ് പോയിന്റിന്റെ ഇത് ജസ്റ്റ് ഒരു ക്രോസ് പോലെ ആവും, ഒരു പ്ലസ് പോലെ വരുന്നുണ്ട്. അവിടെ നമ്മൾ ഏത് ഭാഗമാണോ ഇതിന് മാച്ച് ചെയ്തിട്ട് വരുന്നത് അത് നമ്മൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് അതായത് ഓൾട്ട് പിടിച്ചിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളവിടെ ബ്രഷിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ പറഞ്ഞല്ലോ, റൈറ്റിലേക്ക് കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ആ ഒരു പാച്ച് ചെയ്യാം. അപ്പൊ നമുക്ക് ആ പാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ എവിടെയാണോ ക്ലിക്ക് ചെയ്തത് അവിടെ ഒരു പ്ലസ് പോയിന്റ് വരും. ഓക്കെ, കറക്റ്റ് ആയിട്ടുള്ള പാച്ച് ആയി. പക്ഷെ ഇതൊന്നും കൂടി ഫിനിഷിങ് കൂടുതലാണ് അല്ലേ? അത്ര നല്ല നീറ്റ് ആയിട്ട് തന്നെ പാച്ച് ആയിട്ടുണ്ട്. ഒരു പാച്ച് വേറെ ഒന്നും കാണാനില്ല അല്ലേ? ഓക്കെ, ഒന്നും കൂടി ഫിനിഷിംഗ് ഉണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഇത് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്ന ടൂളാണ്. അതായത് നമുക്ക് ഏത് ഭാഗത്തെ ഇതാണോ വരേണ്ടത് അത് വെച്ചിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റും. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ്
ഒരു ഭാഗം ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഡ്രാഗ് ചെയ്യാം. അപ്പൊ നമ്മൾ ടച്ച് ചെയ്ത ഭാഗത്ത് അതിന് തൊട്ട് മുകളിൽ എവിടെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് അവിടെ നമുക്ക് പ്ലസ് പോയിന്റ് വരും കേട്ടോ. ഓക്കെ, അതിനാണ് ഈ സെക്കൻഡ് ടൂള് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓൾട്ട് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഏത് ഭാഗത്ത് പാച്ചാണോ വരണ്ടേ ആ പാച്ച് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവിടെ നമുക്ക് ബ്രഷ് ചെയ്യുകയാണെങ്കിൽ ആ പാച്ച് വെച്ചിട്ട് തന്നെ ഓട്ടോമാറ്റിക്കലി മെർജ് ആയിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ വലിയ എഡ്ജോ കാര്യങ്ങളോ ഒന്നും തന്നെ അവിടെ വരില്ല. കറക്റ്റ് ഫിനിഷിംഗ് ആയിട്ട് തന്നെ നമുക്ക് ടച്ച് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കിയിട്ടെന്ന് പറയൂ കേട്ടോ. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ രണ്ട് ടൂളിന്റെ പ്രത്യേകത ഇത് തന്നെയാണ് കേട്ടോ. അതായത് ഒന്ന് നമുക്ക് ജസ്റ്റ് വെറുതെ ബ്രഷ് ചെയ്യാം. രണ്ടാമത്തെ ടൂളിൽ നമുക്ക് എവിടെയാണോ പാച്ച് വരണ്ടേ ആ പാച്ച് നമുക്ക് കൊടുത്തിട്ട് ബ്രഷ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനാണ് രണ്ടാമത്തെ ടൂളിൽ പറയുന്നത്. ആ ടൂളിൽ ഹോൾഡ് ചെയ്ത് പിടിച്ച് വരുന്ന ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് പറഞ്ഞ ടൂളിൽ വരുന്നത് കേട്ടോ. മറ്റേ സ്പോട്ടാണ്, മറ്റേത് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഡൗട്ട്. പറഞ്ഞോളൂ. ഇപ്പൊ നമ്മളെ മൂവ് മാജിക് അങ്ങനത്തെ ടൂൾസിലാണ് മാർക്ക് എടുക്കണമെങ്കിലേ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഒന്നും മനസ്സിലായില്ല, ഒന്നും പറയും. ഓക്കെ, ഇപ്പൊ നമ്മുടെ ടൂൾസ് ഇപ്പൊ വേറെ ഏതെങ്കിലും ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പൊ ക്രോപ്പ് അങ്ങനെയൊക്കെ ടൂൾസ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഷോർട്ട് കീ യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഷോർട്ട് കീ എല്ലാം ജെ അല്ല കാണുന്നത്, എല്ലാം ജെ ആണ്. അപ്പൊ നമ്മള് വേറെ ടൂൾ എടുത്ത് ഉപയോഗിച്ച് ഇപ്പൊ ജെ അമർത്തിട്ട് ഇത് യൂസ് ചെയ്യുമ്പോ ഏത് ഓപ്ഷനിലാണ് വന്ന് എടുക്കുക? നമ്മളിപ്പോ ലാസ്റ്റ് എടുത്ത ഓപ്ഷനിലായിരിക്കും വന്നിട്ട് എടുക്കുക. നമുക്ക് ടൂളിൽ നമ്മൾ ലാസ്റ്റ് പ്രസ് ചെയ്ത ഓപ്ഷനിലായിരിക്കും അത് വന്നിട്ട്. നമുക്ക് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന് ഷോർട്ട് കീ ഞാൻ പറഞ്ഞുതരാം. അതായത് നമുക്കിപ്പോ ഇതിനകത്ത് സ്പോട്ടാണ് കിടക്കണമെന്ന് വിചാരിക്കുക. സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ കിടക്കണമെന്ന് വിചാരിക്കുക. നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മുടെ അതിന്റെ ഷോർട്ട് കീ ഇല്ലേ, ഇപ്പൊ ജെ അല്ലേ നമ്മൾ ഇതിന്റെ ഷോർട്ട് കീ പറഞ്ഞത്, ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ജെ പ്രസ് ചെയ്യാം. അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ചേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ ആ ഒരു ടൂള് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് നമ്മൾ ആ ടൂളിന്റെ ഇത് പ്രസ് ചെയ്യുകയാണെങ്കിൽ, ആ ടൂളിന്റെ ഷോർട്ട് കീ പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് ചേഞ്ച് ചെയ്യാൻ ഉള്ളിലത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോ? ഇതിപ്പോ എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പൊ ഞാനപ്പോ അടുത്തൊരു ടൂൾ കൂടി പരിചയപ്പെടുത്താം. അതിന്റെ തന്നെ നമ്മൾ പാച്ച് ടൂൾ എന്ന് പറയുന്ന ടൂളാണ്. അതായത് നമ്മൾ ജസ്റ്റ് പാച്ച് ചെയ്യുക. നമ്മൾ സാധാരണ എല്ലായിടത്തും പാച്ച് ചെയ്യാന്ന് കേട്ടിട്ടുണ്ടല്ലോ. പാച്ച് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് ലാസർ ടൂൾ നമ്മൾ വരയ്ക്കണ പോലെ തന്നെ ജസ്റ്റ് ഇതിന്റെ മുകളിൽ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഒരു സെലക്ഷൻ വരും, സാധാരണ പോലെ തന്നെ സെലക്ഷൻ വരും. പാച്ച് ടൂൾ എന്ന് പറയുന്നതിന്റെ നമ്മൾ ഈ ഒരു ഫിഗർ, അതായത് നമ്മുടെ മൗസ് പോയിന്റ് ആ ഇതിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഡ്രാഗിങ്ങിന്റെ ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അവിടെ ഒരു ഏറോ മാർക്ക് കാണാം. എവിടെ വേണമെങ്കിൽ നമുക്ക് ഡ്രാഗ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. ഓക്കെ, ഡ്രാഗ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവിടുത്തെ പാച്ചായിട്ട് ഇതായിട്ട് മാറും. നമുക്ക് ഈ സെലക്ഷൻ കളയണമെന്നുണ്ടെങ്കിൽ Ctrl+D ആണ് അതിന് ഷോർട്ട് കീ കേട്ടോ. Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അതായത് നമുക്കൊന്നുകൂടി ഞാൻ പറയാം. ഈ പാച്ച് ടൂൾ എന്ന് പറയുന്ന ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ലേസർ ടൂൾ വരയ്ക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക, ജസ്റ്റ് റഫായിട്ട് വരയ്ക്കുക. ഈ വരച്ചതിനകത്ത് നമുക്ക് ഈ പാച്ച് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് മൗസ് പോയിന്റ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലേക്ക് എവിടേക്ക് വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ്, മൂവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്ക് വരുന്നത്. അതായത് ആരോ മാർക്ക് കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാം. സോറി, അപ്പൊ ഡ്രാഗ് ചെയ്തിട്ട് ജസ്റ്റ് മൗസ് പോയിന്റ് വിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ പാച്ചായിട്ട് ഓട്ടോമാറ്റിക്കലി അത് മെർജ് ആവും. അതങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക കേട്ടോ. Ctrl+D ആണ് സെലക്ഷൻ. ഏത് സെലക്ഷനും റിമൂവ് ചെയ്യാനായിട്ട് Ctrl+D ആണ് കേട്ടോ പ്രസ് ചെയ്യാം. Ctrl+D പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ പോവും. ഓക്കെ, നമ്മൾ ഇവിടുത്തെ കളയുവാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു, വിടുന്നു.
ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാവർക്കും? ഓക്കെ. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം വരുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു 3 ടൂൾ ടച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നമുക്കിത് മാറി മാറി യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് നമ്മുടെ ടച്ച് ചെയ്യുന്ന സ്ഥലം നോക്കിയിട്ട്, അതായത് ഇപ്പൊ എഡ്ജുള്ള ഭാഗമാണോ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ടച്ച് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പൊ അങ്ങനെയാണ് ഈ 3 ടൂളിന്റെ നമ്മൾ ഉപയോഗം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പൊ ഈ ടച്ചിങ്ങിന്റെ കാര്യം പറഞ്ഞതിന്റെ ഒപ്പം തന്നെ ഒരു ടൂളും കൂടെ ഉണ്ട്, സെയിം തന്നെയാണ് ഫംഗ്ഷൻ വരുന്നത് കേട്ടോ. സ്റ്റാമ്പ് ടൂൾ എന്ന് പറഞ്ഞിട്ട് ടൂളും കൂടി ഉണ്ട്. അത് ഇതിന്റെ കൂടെ തന്നെ പറയണത്, കാരണം അതിന്റെ പ്രവർത്തനം സെയിം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു സ്റ്റാമ്പ് ടൂൾ ഉപയോഗിച്ചിട്ട്, അതായത് ക്ലോൺ സ്റ്റാമ്പ് ടൂൾ ഉപയോഗിച്ചിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം, ഒരു വ്യത്യാസവും നമ്മൾ മറ്റേ ഇതിനകത്ത് ഹീലിംഗ് ബ്രഷ് ടൂൾ വെച്ച പോലെ തന്നെ സ്റ്റാമ്പ് ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഓൾട്ട് പ്രസ് ചെയ്യുക. ജസ്റ്റ് ഏത് ബാച്ചാണോ വരേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഈ ടൂളിന് ഒന്നും കൂടിയും ഒരു വ്യത്യാസമുണ്ട്. മറ്റേ നമുക്ക് എഡ്ജ് മെർജ് ആയി പോകും. ഇതിന് പാച്ച് മെർജ് ആയി പോകില്ല, നമ്മൾ കറക്റ്റ് ഫിഗർ എടുത്ത് തന്നെ ടച്ച് ചെയ്യണം. അതായത് ഇപ്പം എഡ്ജ് പോർഷൻ ആണെങ്കിൽ കറക്റ്റ് എഡ്ജ് പോർഷൻ തന്നെ എടുത്തിട്ട് നമ്മൾ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടച്ച് ചെയ്യണം. കണ്ടോ, ഇതിപ്പോ ഇവിടെ കറക്റ്റ് പോർഷൻ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ടച്ച് ചെയ്യണോ, കറക്റ്റ് ആയത് തന്നെയാണ് കറക്റ്റ് വരത്തുള്ളൂ. അങ്ങനത്തെ ഒരു കുഴപ്പം ഇതിനുണ്ട്. മറ്റേതിന് അങ്ങനെയില്ല. ജസ്റ്റ് അവിടുത്തെ എങ്ങനെയാണോന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക്കലി നമുക്കത് മെർജ് ആയിട്ട് പോകും. ഓക്കെ, അതാണ് ഇതിന്റെ പ്രത്യേകത കേട്ടോ. നമ്മൾ പാച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് പാച്ച് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ പാച്ച് എടുക്കുമ്പോൾ അവിടെ വൈറ്റ് ഏരിയ കുറച്ച് കൂടുതലാണ്, അപ്പോൾ ഇവിടെ റെഡ് ഏരിയ ഉണ്ട്. അപ്പൊ വൈറ്റ് ഏരിയ അങ്ങനെ തന്നെ നിൽക്കും. മറ്റേതാണെങ്കിൽ അവിടുത്തെ ഇത് വെച്ചിട്ട് തന്നെ അത് മെർജ് ആയിട്ട് പോകും. അതാണ് മറ്റേ ഹീലിംഗ് ബ്രഷ് ടൂളിന്റെ വ്യത്യാസം വരുന്നത് കേട്ടോ. അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ? അപ്പം ചെയ്ത് നോക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പൊ അതാണ് ഈ 3 ടൂളിന്റെ ഉപയോഗം എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഷിഫ്റ്റ് പിന്നെ എന്തിനടിക്കേണ്ടത്? വോയിസ് ക്ലിയർ ആവുന്നില്ല, ഒന്നും ക്ലിയർ ആയിട്ട് പറയോ? ടൂള് ചേഞ്ച് ചെയ്യാന് ഷിഫ്റ്റ് എന്ന് ഏതോ കീ പ്രസ് ചെയ്യാൻ പറഞ്ഞില്ലേ? അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഇതിനകത്ത് നമുക്കിപ്പോ ഇതിനിപ്പോ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്ടാങ്കിൾ ടൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അതേപോലെ തന്നെ അതിനകത്ത് കുറെ ടൂൾസ് ഉണ്ട്. ഇതൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ റെക്ടാങ്കിൾ ടൂൾ ആണെങ്കിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് പ്രസ് ചെയ്യാം. ഓക്കെ, അവർക്ക് ടൂൾ ചേഞ്ച് ചെയ്യാൻ പറ്റും, ഏത് ടൂൾ ആണെങ്കിലും. അപ്പൊ നമ്മളിപ്പോ ജെ എന്ന് പറയുന്ന ടൂളാണ് നമ്മൾ ടച്ചിങ്ങിന് വേണ്ടി നമ്മൾ യൂസ് ഹീലിംഗ് ബ്രഷ് ടൂൾ. അതിന് ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് ജെ തന്നെ പ്രസ് ചെയ്യുക. അപ്പൊ ഉള്ളിലത്തെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഏതായാലും കേട്ടോ, ഏത് ടൂളാണ് യൂസ് ചെയ്യണേ അതിന്റെ ഷോർട്ട് കീ വെച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്ത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിന്റെ ഉള്ളിലത്തെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കിട്ടും കേട്ടോ. മാറി മാറി വരും, ഓരോ ക്ലിക്കിലും ഓരോ ടൂളായിട്ട് മാറും. അതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നത് അല്ലേ? മനസ്സിലായി. ഓക്കെ, ഇനിയിപ്പോ ഇതിപ്പോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടി പറയാം. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ ബ്രഷിന്റെ വലിപ്പം അഡ്ജസ്റ്റ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. അതായത് ഇപ്പൊ ഇവിടെ വന്നിട്ട് ഷോർട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബ്രഷിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഒക്കെ ഒരു ഷോർട്ട് കീ ഞാൻ പറഞ്ഞുതരാം. ബ്രഷിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും, അതേപോലെ തന്നെ ഇതിന്റെ ഹാർഡ്നെസ് ഉണ്ട്. അതായത് എത്രമാത്രം ടച്ചിങ് വരണം. ബ്രഷിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രസ്സിനനുസരിച്ചിട്ട് വേണമല്ലോ ഇതാവാനായിട്ട്. അപ്പൊ അതിന് കാര്യങ്ങൾ ഞാൻ പറയാം, ജസ്റ്റ് റഫായിട്ട് ആദ്യം പറയാം, അതിനുശേഷം ചെയ്തു നോക്കിയാലാണ് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു തരട്ടെ. ആദ്യം നമുക്ക് ഇതിന്റെ ബ്രഷിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കുവാനും ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ, നമ്മളിപ്പോ ബ്രഷ് എടുത്തു. ഓക്കെ, ഹീലിംഗ് ബ്രഷ് എടുത്തു. നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് നമ്മൾ റൈറ്റിലോട്ട് ഡ്രാഗ് ചെയ്യാണെന്ന് വിചാരിക്കുക.
റൈറ്റിലോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന്റെ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും പറ്റും ഓൾട്ട് പ്രസ് ചെയ്തിട്ട്. ഓക്കെ, അതായത് ഓൾട്ട് പ്രസ് ചെയ്തിട്ട് മൗസ് പോയിന്റിന്റെ റൈറ്റ് സൈഡിലത്തെ ഇത് ക്ലിക്ക് ചെയ്തിട്ട് ലെഫ്റ്റ് അല്ല റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് റൈറ്റിലോട്ടോ ലെഫ്റ്റിലോട്ടോ നീക്കി കഴിഞ്ഞാൽ ഇതിന്റെ ഇത് മാറ്റാനുണ്ട്. അത് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനുമായിട്ടുള്ള ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഞാൻ ഇപ്പൊ ചെയ്യുന്ന പോലെ അതായത് ഓൾട്ട് കീ പ്രസ് ചെയ്തിട്ട് മൗസ് പോയിന്റിന്റെ റൈറ്റ് കീ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം. ഇത് എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ബ്രഷിംഗ് ഒക്കെ ആണെങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിങ്ങനെ റൈറ്റ് ക്ലിക്ക് കൊടുത്ത് എത്ര വലിപ്പം കൂട്ടണം നോക്കി ഇങ്ങനെ വെച്ചു പിന്നെ ഇങ്ങനെ വെച്ച് നോക്കി അങ്ങനെ നോക്കണ്ടേ. മറ്റേതാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും അതിൽ ഡൗട്ട് വരുന്നുണ്ടോ? അതായത് ഈ പ്രസ് ചെയ്തിട്ട് വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഒരു ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഇല്ല. പിന്നെ കുറയ്ക്കുന്നത് എങ്ങനെയാണ്? ഏതാണ് കുറയ്ക്കുന്നത് എങ്ങനെയാ? ഇപ്പൊ വലുതായിട്ടുണ്ട്, ഇനി ചെറുതാക്കാൻ. അതായത് നമ്മൾ മൗസ് പോയിന്റിൽ ഓൾട്ട് പിടിച്ച് റൈറ്റിലോട്ട് നീക്കുമ്പോഴാണ് ഇത് വലുതാവുന്നത്. നേരെ ലെഫ്റ്റിലോട്ട് നീക്കി കഴിഞ്ഞാൽ ചെറുതാവും. ഓക്കെ 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 ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ അപ്പൊ ഇതിപ്പോ വലിപ്പം കൂട്ടാനും കുറയ്ക്കാനാണ് ഞാൻ പറഞ്ഞു തന്നത് കേട്ടോ. ഇനി അടുത്തൊരു വേറെ കാര്യം കൂടെ ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ബ്രഷിങ് എടുക്കുമ്പോ അതായത് ഇപ്പൊ നമ്മളിപ്പോ കോൺസ്റ്റാബിനകത്ത് ബ്രഷ് എടുക്കുമ്പോൾ അതിനകത്ത് ഒപ്പാസിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. അതായത് എത്രമാത്രം നമുക്ക് അവിടെ പ്രസ്സിങ് വരണം എന്നുള്ളത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലേക്ക് നീക്കുമ്പോഴും ലെഫ്റ്റിൽ നീക്കുമ്പോഴും വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും എന്ന് പറഞ്ഞ പോലെ നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ മുകളിലോട്ട് കൂട്ടുമ്പോൾ ഹാർഡ്നെസ് കൂടും, താഴോട്ട് കുറയുമ്പോൾ നമ്മുടെ ഒപ്പാസിറ്റി കുറഞ്ഞ് അത് ഈ ഫെദറായിട്ട് വരുന്ന ഭാഗം ഉണ്ടാവും. ഇങ്ങനെ ഫെദറായിട്ട് വരുന്ന ഭാഗം ഹാർഡായിട്ട് വരും. ഓക്കെ, എഡ്ജ് ഭാഗം വരുന്നത്. അതായത് ഇപ്പൊ ഞാനിപ്പോ ഇതിപ്പോ ഇങ്ങനെ ആക്കി വെക്കുമ്പോ ഓൾട്ട് പ്രസ് ചെയ്ത് നമുക്ക് ഇതിന്റെ എഡ്ജ് ഇങ്ങനെ ഫെയ്ഡ് ആയിട്ടല്ല നമുക്ക് കാണിക്കുന്നത് ഇതിനകത്തോട്ട്. നേരെ മറിച്ച് നമ്മൾ റൈറ്റ് കീ പ്രസ് ചെയ്തിട്ടല്ല മറ്റേ ഹാർഡ്നെസ് കൂട്ടി കഴിഞ്ഞാല് കറക്റ്റ് ഉണ്ടാവും, ജസ്റ്റ് ഫുള്ള് ഇതായിട്ട് വരുന്നത്. അപ്പൊ ഐ എടുക്കുവാണെങ്കിൽ ഐ മാത്രമേ ഉണ്ടാവും, ഫെദർ ആവുന്നില്ല, എഡ്ജ് ഭാഗം ഫെയ്ഡ് ആവുന്നില്ല. മനസ്സിലായില്ല, ഒന്നുകൂടെ പറഞ്ഞു ആ പാർട്ട്. അതായത് ഇപ്പൊ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മളിപ്പോ ഇതിന്റെ ഈ ഒരു എഡ്ജ് ഭാഗം ഉണ്ടാവില്ല. അതായത് ഏത് ഫിഗർ ആണെങ്കിലും നല്ല ഷാർപ്പായിട്ട് കട്ടാവുന്നതിനേക്കാളും ബെറ്റർ എഡ്ജ് ഭാഗം ഫെദറായിട്ട് കട്ടാവുമ്പോഴാണ് മെർജ് ആയിട്ട് നിൽക്കുക. അപ്പൊ അങ്ങനെ മെർജ് ചെയ്യാനായിട്ട് അതായത് ഇപ്പൊ ഈ പിമ്പിൾ കളയുവാണെങ്കിൽ നമ്മൾ എഡ്ജ് ഭാഗം ബ്ലറായി പോകുന്നുണ്ട്. ഇപ്പൊ ഇതിനകത്ത് നമുക്ക് ഈ റെഡ് പോയിന്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും ചുറ്റുഭാഗം ബ്ലറാണ്, അതായത് ഇങ്ങനെ ഫെയ്ഡ് ആണ്. സെൻട്രൽ പോർഷൻ മാത്രമാണ് ഹാർഡ്നെസ് ഉള്ളൂ. ഓക്കെ, നമ്മൾ ഇതിന്റെ ഹാർഡ്നെസ് നമ്മൾ താഴോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ഹാർഡ്നെസ് കൂടും, എഡ്ജ് ഭാഗത്തെ ഹാർഡ്നെസ് കൂടും. കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് എടുക്കുമ്പോ എന്തെടുത്താലും ഹാർഡായിട്ട് വരിക. കണ്ടോ? ഓക്കെ, ഞാൻ ഹാർഡായിട്ടാണ് വരിക. മറ്റേതാണെങ്കിൽ ഫെയ്ഡ് ആയിട്ടാണ് വരിക. എന്താ ഫെയ്ഡ് ആയിട്ടാണ് വരിക, എഡ്ജ് ഭാഗം ഫെയ്ഡ് ഉണ്ടാവും, ഒന്ന് സ്മൂത്ത് ആയിരിക്കുകയാണ്. ഓക്കെ, മറ്റേതാണെങ്കിൽ ഹാർഡ്നെസ് കൂടിയിട്ട് കറക്റ്റ് ഹാർഡായിട്ടാണ് വരിക. അതാണ് അതിന്റെ ഡിഫറൻസ്. അതായത് നമ്മൾ ഹാർഡ്നെസ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് എഡ്ജ് ഭാഗം നല്ല ഷാർപ്പായിട്ട് വരും, നേരെ മറിച്ച് എഡ്ജ് ഭാഗം ഫെയ്ഡ് ആണെങ്കിൽ ഇങ്ങനെ മെർജായിട്ട് വരും. അതാണ് അതിന്റെ വ്യത്യാസം. ആർക്കും ഡൗട്ട് ഉണ്ടാവും? ഈ ടൂൾ ഉണ്ടല്ലേ അത് ചെയ്തത്? ഞാൻ വെച്ചത് സ്റ്റാമ്പ് ടൂൾ ആണ് കേട്ടോ. സ്റ്റാമ്പ് ടൂൾ കോൺസ്റ്റാന്റ് ടൂൾ അത് വെച്ചിട്ടാ ചെയ്തത്. അത് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. കാണിച്ചെന്ന് വെച്ചിട്ടാണ്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ, നമുക്ക് ഇപ്പൊ തന്നെ പറയാം. ചെയ്ത് നോക്കിയിട്ട് ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു.
അതായത് ഒന്നുകൂടി ഞാൻ പറയാം കേട്ടോ. അതായത് നമുക്ക് ഇതിന്റെ അകത്ത് ഷോർട്ട് കീസിൽ നമ്മുടെ മൗസ് പോയിന്റിൽ നമുക്ക് ഇതിന്റെ ഹാർഡ്നെസ്സും അതേപോലെ തന്നെ സൈസും നമുക്ക് കൂട്ടേണ്ട ആവശ്യം വരും നമുക്ക് ബ്രഷിങ്ങിന് വേണ്ടി വരുമ്പോൾ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ സൈസ് കൂട്ടാനായിട്ട്, ബ്രഷിന്റെ സൈസ് കൂട്ടാനായിട്ട് Alt-3 പ്രസ് ചെയ്തിട്ട് നമ്മൾ റൈറ്റിലോട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ വലിപ്പം എത്ര വേണമെങ്കിലും കൂട്ടാനായിട്ട് പറ്റും. നേരെ മറിച്ച് കുറയ്ക്കാനായിട്ട് അത് ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്താൽ നമുക്ക് അങ്ങനെ കുറഞ്ഞും കിട്ടും. ഓക്കെ. ഇതിന്റെ അതേപോലെ തന്നെ ഇതിന്റെ എഡ്ജ് ഭാഗം ഫെയ്ഡ്നെസ് നമുക്ക് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ, എത്രയും ഫെദർ വേണ്ട, കുറച്ച് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴോട്ട് ഡൗൺ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എഡ്ജ് ഭാഗം ഹാർഡായിട്ട് വരും. അതേപോലെ തന്നെ അപ്പ് ചെയ്യുകയാണെങ്കിൽ, മുകളിലോട്ട് അപ്പ് ചെയ്യുകയാണെങ്കിൽ എഡ്ജ് ഭാഗം ഫെയ്ഡ് ആയിട്ടും വരും. ഇത് നമുക്കിത് ബേസിക് ആണ്, ബ്രഷിന്റെ ബേസിക് ആണ്. ഇത് നമുക്ക് ബ്രഷിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരിക. ഓക്കെ. Alt-3 പ്രസ് ചെയ്തു, റൈറ്റിലോട്ട് നീക്കുമ്പോൾ വലിപ്പം കൂടുന്നു, ലെഫ്റ്റിലോട്ട് നീക്കുമ്പോൾ അതിന്റെ വലിപ്പം കുറഞ്ഞു വരുന്നു. അതേപോലെ തന്നെ അപ്പ് ചെയ്യുമ്പോൾ ഫെദർനെസ് കൂടി വരുന്നു, ഡൗൺ ചെയ്യുമ്പോൾ ഹാർഡ്നെസ് കൂടി വരുന്നു. ഓക്കെ. രണ്ടിന്റെ ഡിഫറൻസ്, ഇതിന്റെ ഹാർഡ്നെസ് അതിന്റെ എഡ്ജ് ഫെയ്ഡ് ആവാതെ കറക്റ്റ് എഡ്ജ് ആയിട്ട് നിൽക്കും, കട്ട് ചെയ്ത പോലെ നിൽക്കും. മറ്റേതാണെങ്കിൽ ഫെയ്ഡ് ആയിട്ട് ബ്ലർ ആയിട്ട് നിൽക്കും. ഓക്കെ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ. അപ്പൊ അങ്ങനെയാണ്. പറഞ്ഞോളൂ. ആരാണ്? ഓക്കെ. അപ്പൊ അങ്ങനെ ഡൗട്ട് ഇല്ലാതെ പറഞ്ഞോ. ഇന്നത്തെ ക്ലാസ്സിലെ ഷോർട്ട് കീസ് ഒന്ന് പറയാം. അതിന്റെ ഷോർട്ട് കീസ് ഞാൻ പറയാം. അപ്പൊ നമ്മുടെ ആദ്യത്തെ ഷോർട്ട് കീ എന്ന് പറയുന്നത് ക്രോപ്പ് ടൂളിന്റെ ആണ്. ക്രോപ്പ് ടൂളിന് C ആണ് ഷോർട്ട് കീ വരുന്നത്, C. ഓക്കെ. രണ്ടാമത്തെ ടൂള് ഐ ഡ്രോപ്പർ ടൂൾ ആണ്. അതിന്റെ ഷോർട്ട് കീ വരുന്നത് I ആണ്, I. അതേപോലെ തന്നെ സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂളിന്റെ ഷോർട്ട് കീ വരുന്നത് J ആണ്, J. അതേപോലെ തന്നെ ക്ലോൺ സ്റ്റാമ്പ് ടൂളിന്റെ ഇത് വരുന്നത് ഷോർട്ട് കീ വരുന്നത് S ആണ് കേട്ടോ. അങ്ങനെ 4 ടൂളാണ് നമ്മൾ ഇന്ന് നോക്കിയത്. ഈ 4 ടൂളിലും കുറെ അധികം കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് മെയിൻ ആയിട്ട് ഫോട്ടോഷോപ്പിലെ ടച്ചിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നതിന് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന 3 ടൂളാണ്, 4 ടൂളാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഈ ടൂളുകൾ കേട്ടോ. ഇത് നമ്മുടെ സാഹചര്യത്തിനനുസരിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യണം. ബ്രഷിങ് അവിടെ ഇപ്പൊ എളുപ്പം കളയാൻ പറ്റുന്ന പോർഷൻ ആണെങ്കിൽ നമുക്ക് എളുപ്പം പെട്ടെന്ന് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നേരെ മറിച്ച് ചെറിയ എഡ്ജ് ഭാഗമൊക്കെ വരുവാണെങ്കിൽ നമുക്ക് മറ്റേ വേറെ ഇതിനകത്തുള്ള സെലക്ട് ചെയ്തിട്ടുള്ള ടൂൾ, അതായത് ഹീലിംഗ് ടൂള്, സ്പോട്ട് അല്ലാതെ മറ്റേ ഹീലിംഗ് ടൂൾ വെച്ചിട്ട് നമുക്ക് എഡ്ജ് ഒക്കെ കറക്റ്റ് ചെയ്ത് ടച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ ആവശ്യത്തിനനുസരിച്ചിട്ട് ഏതൊക്കെ ഭാഗങ്ങൾ യൂസ് ചെയ്യണം എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ഈ 4 ടൂള് ജസ്റ്റ് റഫായിട്ടൊന്ന് ചെയ്ത് നോക്കുക. എല്ലാവരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക, ഏതൊക്കെ ഭാഗങ്ങൾ ടച്ച് ചെയ്ത്. ഈ ഫിഗറാണെന്ന് വേണമെന്നില്ല, വേറെ ഒരു ഫിഗർ ആയാലും മറ്റേ ഫിഗർ ആയാലും ജസ്റ്റ് ടച്ച് ചെയ്ത് നോക്കുക എങ്ങനെ വരുന്നുണ്ട്, അതിന്റെ എഡ്ജ് ഭാഗം ടച്ച് ചെയ്ത് പോകുമ്പോൾ എങ്ങനെയുണ്ട്. പറഞ്ഞോളൂ. ഇതിപ്പോ ഈ ക്ലോൺ സ്റ്റാമ്പ് ടൂള് എന്ന് പറയുമ്പോ ഇപ്പൊ ഞാനിപ്പോ ഈ ഐബ്രോന്റെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് നീക്കിയപ്പോ ആ ഐബ്രോന്റെ പാർട്സ് തന്നെയാണ് മേലേക്ക് വന്നത്. അങ്ങനെ ആവുന്നതാണോ ഈ ടൂള് ക്ലോൺ? ഇതിന്റെ നമ്മൾ ക്ലോൺ എന്ന് പറയുന്നത് നമ്മൾ ഏത് ഭാഗമാണോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ ഭാഗം തന്നെയായിരിക്കും നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുക വരുന്നത്. എവിടെ ടച്ച് ചെയ്യുമ്പോൾ അത് തന്നെയാണ് വരിക, റിപ്പീറ്റ് ചെയ്ത് വരിക. ഓക്കെ. അതേപോലെ തന്നെയാണ് മറ്റേ ഹീലിംഗ് ടൂൾ എന്ന് പറഞ്ഞ ടൂളിലും നമ്മൾ എവിടെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത് ആ സെലക്ട് ചെയ്ത പോർഷൻ തന്നെയായിരിക്കും എവിടെ ടച്ച് ചെയ്യുമ്പോഴും വരിക. ഓക്കെ. അതേപോലെ സ്പോട്ട് ടൂളിന് മാത്രമാണ് അവിടുത്തെ കാര്യങ്ങൾ മാത്രമായിട്ട് നിൽക്കുള്ളൂ. എവിടെ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല സ്പോട്ട് ടൂളിന്, സ്പോട്ട് ഹീലിംഗ് ടൂളിന്. പിന്നെ അതേപോലെ തന്നെ പാച്ച് ടൂളിന് നമ്മൾ ഡ്രാഗ് ചെയ്ത് റൗണ്ട് വരച്ചു കൊടുത്ത് നമ്മൾ ഏത് പാച്ചാണ് അവിടേക്ക് വരേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് മൂവ് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമാണ് ആ പാച്ച് അവിടെ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. ഈ ഹീലിംഗ് ടൂളിനും അതേപോലെ തന്നെ ക്ലോൺ സ്റ്റാമ്പ് ടൂളിനും മാത്രമാണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. എവിടത്തെ ഭാഗമാണ് നമുക്ക് വരേണ്ടത് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേത് നമുക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ വരുന്ന ഭാഗം സെറ്റ് ആയിട്ട് വരും. അതാണ് ഡിഫറൻസ് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ബ്രഷിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പിന്നീട് പറഞ്ഞത്. അതായത് ബ്രഷ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്. നമുക്ക് ഈ ഒരു പോയിന്റ്
വലിപ്പം കൂട്ടാനും കുറയ്ക്കാനും ഹാർഡ്നെസ് കൂട്ടാനും കുറയ്ക്കാനുമാണ് പിന്നീട് ഞാൻ പറഞ്ഞെന്ന കാര്യം. ഓക്കെ, ഇതുവരെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും വല്ല ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കുമ്പോൾ ഡൗട്ട് എന്തായാലും ഉണ്ടാവും. പക്ഷെ ചോദിച്ചോളൂ, കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. വലിയ ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. ചെയ്തു നോക്കുമ്പോൾ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ പേഴ്സൺ ചോദിച്ചാലും മതി, ഗ്രൂപ്പിൽ ചോദിച്ചാലും മതി, നമുക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇനി ഒരു കാര്യം കൂടി ഇതിനകത്ത് നമുക്ക് എടുക്കാനായിട്ടുണ്ട്. അതായത് നമുക്കിപ്പോ ഈ സ്പോട്ട് ഹീലിംഗ് ടൂളിന്റെ അതിന് ജയൻ പ്രസ് ചെയ്യുന്ന ടൂളിൽ നമ്മൾ റെഡ് ഐ ടൂൾ എന്ന് പറഞ്ഞ ടൂളും കൂടി നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ അധികം ഫെമിലിയർ ആയിട്ട് ടൂളല്ല, യൂസ് ചെയ്യുന്ന ടൂളല്ല. ജസ്റ്റ് ഞാൻ ഈ ഇമേജ് ക്ലോസ് ചെയ്യാണ്. ഒരു ഇമേജ് അതിന് വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാണ്. കൺട്രോൾ ഓ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ ഫയൽ വന്നു. നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ സാധാരണ കാണാറുണ്ടാവും ഒരു റെഡ് ഐ എന്ന് പറയുന്ന ഒരു ഓപ്ഷനൊക്കെ അങ്ങനെ വരുന്നതായിട്ട് കാണാം. അതായത് കണ്ണിന്റെ കൃഷ്ണവാണി റെഡ് ആയിട്ടിരിക്കുക, അങ്ങനെ വരുന്ന ഒരു വരാറുണ്ട്, ചില ഫോട്ടോസിലൊക്കെ അങ്ങനെ വരാറുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു യൂസ് ചെയ്യുന്ന ടൂളാണ് റെഡ് ഐ ടൂൾ എന്ന് പറഞ്ഞ ടൂള്. ഇത് നമുക്ക് അങ്ങനെ ടച്ച് ചെയ്ത് അങ്ങനെ കളഞ്ഞു കഴിഞ്ഞാൽ അത്ര ഫിനിഷിങ് കിട്ടില്ല നമുക്ക്. അതായത് കണ്ണായതുകൊണ്ട് കുറെ അധികം പണിയെടുക്കേണ്ടതായിട്ട് വരും ടച്ച് ചെയ്യണമെങ്കിൽ. നമുക്ക് ഈ ഒരു ഐ ടൂൾ വെച്ചിട്ട് നമുക്ക് റെഡ് ഐ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് നമുക്ക് അത് കളയാനായിട്ട് പറ്റും. ഒന്നുമില്ല, ജസ്റ്റ് ഈ റെഡ് ഐ ടൂൾ എടുക്കുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഡിഫറൻസ് കണ്ടോ? ആ കണ്ണും ഈ കണ്ണും ഡിഫറൻസ് കണ്ടോ? കറക്റ്റ് ഐ ആയിട്ട് മാറി, മറ്റേത് റെഡായിട്ട് മാറി. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് റെഡ് ഐ ടൂൾ കേട്ടോ. ഈ ഒരു ഇമേജ് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം, ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാനായിട്ടേ. ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ ടൂളിലപ്പോ ഇത്രയാണ് ഉള്ളത്. ഈ 4 ടൂള് നമ്മൾ പരിചയപ്പെട്ടു. ഒന്ന് ക്രോപ്പ് ടൂൾ പരിചയപ്പെട്ടു, അതേപോലെ തന്നെ സ്പോട്ട് ടൂൾ, അതായത് സ്പോട്ട് സെലക്ട് ചെയ്യണത് ഐ ഡ്രോപ്പർ നമ്മൾ സെലക്ട് ചെയ്ത് പഠിച്ചു. അതേപോലെ തന്നെ സ്പോട്ട് ഹീലിംഗ് ടൂൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ സ്റ്റാമ്പ് ടൂള്. അങ്ങനെ പറയുന്ന 4 ടൂളാണ് നമ്മൾ ഇന്ന് നോക്കിയത് കേട്ടോ. ഈ 4 ടൂളില് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ചോദിക്കാം കേട്ടോ. ക്വിക്ക് സെലക്ഷൻ ടൂൾ ഒന്നുകൂടെ പറഞ്ഞുതരാൻ പറ്റുമോ? ക്വിക്ക് സെലക്ഷൻ ടൂൾ അല്ലേ? അതായത് നമ്മൾ ഇന്നലെ നോക്കിയ മാജിക് ടൂളാണോ ഉദ്ദേശിച്ചത്? അത് ക്വിക്ക് സെലക്ഷൻ ടൂളോ? നമ്മൾ ഇന്നലെ നോക്കിയത് മാജിക് ടൂൾ ആയിരുന്നു, അതാണോ ഉദ്ദേശിച്ചത്? അത് മനസ്സിലായിട്ടുണ്ട്. ഏതാണ്? കേട്ടില്ല. മാജിക് ടൂള് മനസ്സിലായിട്ടുണ്ട്. മറ്റേ ഒബ്ജക്ട് ടൂൾ എന്ന് പറഞ്ഞിട്ട് ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറഞ്ഞിട്ട് 2 എണ്ണം കാണുന്നുണ്ട്. ഓക്കെ, അതൊന്നുമില്ല, നമുക്ക് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞുതരാം. ക്വിക്ക് സെലക്ഷൻ ടൂൾ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ആ ഒരു സെലക്ഷൻ നമ്മൾ കൊടുക്കും. ബ്രഷിങ്ങിന്റെ കാര്യം പറഞ്ഞതിന് ശേഷമാണ് നമുക്ക് അത് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അത് ബ്രഷിംഗ് ആണത്, മനസ്സിലായോ? അപ്പൊ നമുക്ക് അതിനു വേണ്ടിയാണ് ഞാൻ സ്റ്റാമ്പ് ടൂൾ ഞാൻ പഠിപ്പിച്ചത്. അപ്പോ അതിന്റെ വലിപ്പം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഹാർഡ്നെസ്സും അതേപോലെ തന്നെ വലിപ്പവും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം ആദ്യം ബ്രഷിങ്ങിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ കാര്യം തന്നെ ഞാൻ സംസാരിക്കാഞ്ഞത്. ഓക്കെ, ഞാൻ ഇത് എന്റെ ഇത് ആദ്യം വരുന്നുണ്ട്. അതായത് ഓരോരോ പ്രാക്ടിക്കൽസ് ആയിട്ട് നോക്കിയിട്ട് നമുക്ക് അത് അങ്ങനെ ചെയ്ത് പഠിക്കാം. കാരണം വെച്ച് കഴിഞ്ഞാല് ഇന്ന് നമ്മളിപ്പോ ഈ സെലക്ഷൻ ടൂളും ടച്ച് ചെയ്തതൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് മൗസ് ആയിട്ടൊന്ന് ഇണങ്ങിയതിന് ശേഷം നമുക്ക് അങ്ങനത്തെ ബ്രഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പോകാനും ബെറ്റർ. അല്ലെങ്കിൽ കയ്യിൽ ഒതുങ്ങില്ല മൗസ്, നമ്മൾ വിചാരിച്ചോടത്ത് ക്ലിക്കിങ് വരില്ല, കറക്റ്റ് ആവില്ല. ഓക്കെ, പിന്നത്തെ ആ ഒരു നമ്മളിപ്പോ ഞാനിപ്പോ പറയുന്ന ഇപ്പൊ തന്നെ ടച്ച് ചെയ്യാൻ തന്ന ഇമേജ് ഉണ്ടല്ലോ, അതെല്ലാവരും ഒന്ന് ടച്ച് ചെയ്തിട്ട് നല്ല ഫിനിഷിങ്ങോട് ടച്ച് ചെയ്തിട്ട് ആ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? അതായത് ആ ടച്ച് ചെയ്യുമ്പോൾ കുറെ ഡൗട്ടുകൾ വരും നമുക്ക്. അതായത് എഡ്ജ് ശരിയാവാതെ വരും, അതേപോലെ തന്നെ അതിന് യൂസ് ചെയ്യുമ്പോൾ ഫിനിഷിങ് കിട്ടാതെ ആയിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പല ടൂൾസ് ഈ പറഞ്ഞ 4 ടൂൾ നമ്മൾ യൂസ് ചെയ്യുന്നതായിട്ട് വരും.
അപ്പൊ അതൊന്ന് യൂസ് ചെയ്തിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതായത് എഡ്ജും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് പാച്ച് ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് ഫുൾ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എല്ലാവരും ശ്രമിക്കുക. എന്നിട്ട് നമുക്ക് ബ്രഷിങ്ങിന്റെ മറ്റു ടൂളുകളിലോട്ട് പോവാം. അപ്പൊ ഇത് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പൊ ഗ്രൂപ്പിൽ ചോദിച്ചോളൂ, നമുക്കത് ഗ്രൂപ്പിൽ തന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരാം. നമ്മളിപ്പോ എല്ലാവരും പ്രൊഫഷണൽ രീതിയിലാണ് നമ്മൾ എല്ലാവരും വർക്ക് ചെയ്യേണ്ടത്. നമുക്ക് ഫോട്ടോഷോപ്പ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മൾ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ലെയർ ടച്ച് ചെയ്യാൻ പാടില്ല. നമ്മൾ അഡീഷണൽ ആയിട്ടുള്ള വേറൊരു ലെയറിൽ വേണം നമ്മൾ ടച്ച് ചെയ്യാനായിട്ട്. അത് നമ്മൾ പ്രൊഫഷണൽ സ്റ്റൈലാണ്. അപ്പൊ നമുക്ക് ടച്ച് ചെയ്തിട്ട് ഒരു പ്രശ്നം വരികയാണെങ്കിൽ ആ ലെയർ മാത്രം നമുക്ക് കളഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതേപോലെ എല്ലാവരും പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ബ്രഷിന്റെ വലുപ്പം അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഓൾട്ട് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ പ്രസ് ചെയ്യുന്നു കേട്ടോ. നമ്മളിപ്പോ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ലെയേഴ്സിനകത്ത് നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം. അത് പ്രകാരം വേണം വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ നമ്മൾ ലെയർ ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ലെയേഴ്സിന്റെ അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ലെയർ മാത്രം നമ്മൾ കാണുന്നുള്ളൂ. നമുക്ക് ഇതിനകത്ത് അഡീഷണൽ ആയിട്ടുള്ള ലെയറുകൾ ആഡ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമുക്ക് ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ന്യൂ ലെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കണ്ടോ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലെയർ അവിടെ വരും. ഓക്കെ, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഹീലിയം ബ്രഷ് ടൂളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് കറണ്ട് ലെയറും ഉണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് മോഡില്, അതായത് ഇപ്പൊ ഈ ടൂൾ എടുത്തു കഴിഞ്ഞാൽ മോഡിൽ കാണാം കറണ്ട് ആൻഡ് ബിലോ എന്നുള്ള ഓപ്ഷൻ കാണാം. അതേപോലെ കറണ്ട് ലെയറും ഉണ്ട്. എല്ലാവരുടെ കയ്യിലും മിക്കവാറും പുതിയ ഇൻസ്റ്റാൾ ചെയ്ത എല്ലാ പീസിലും കിടക്കുന്നുണ്ടാവുക കറണ്ട് ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ആയിട്ട് കിടക്കുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ലെയർ ഏത് ലെയറാണോ സെലക്ട് ആയേ ആ ലെയറിൽ മാത്രം നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ ലെയറിൽ എന്തൊക്കെയുണ്ടോ അത് മാത്രം ടച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നേരെ മറിച്ച് കറണ്ട് ആൻഡ് ബിലോ എന്ന് പറയുമ്പോൾ മുകളിലുള്ള ലെയറും താഴെ കാണുന്ന ലെയറുകളും നമുക്ക് ടച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അത് ജസ്റ്റ് കാണിക്കാം. ഞാൻ കറണ്ട് ലെയർ ആണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണ്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഓൾട്ട് വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്നും വരുന്നില്ല കേട്ടോ. ഒന്നും അവിടെ ഇല്ല. അതായത് ഈ ലെയർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അവിടെ ഒന്നുമില്ല, ഒക്കെ ബ്ലാങ്ക് ആണ്. ഓക്കെ, നമ്മൾ അതിന് നേരെ മറിച്ച് നമ്മൾ കറണ്ട് ലെയർ അല്ലാതെ കറണ്ട് ആൻഡ് ബിലോ ലെയർ കണ്ട അത് വെച്ചിട്ട് നമ്മൾ ഈ പുതിയ ലെയറിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ വരും കണ്ട. ഫിനിഷിങ്ങോടുകൂടി ടച്ച് ചെയ്ത് എടുക്കുക. അഥവാ നമുക്ക് ആ ടച്ചിങ് നമുക്ക് ഭയങ്കരമായിട്ട് ബോറായിട്ട് ഇങ്ങനെയൊക്കെ വന്നു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ലെയർ അങ്ങോട്ട് കളഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഇമേജിൽ ഒരു മാറ്റം നമുക്ക് സംഭവിക്കാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് അതിന്റെ പ്രത്യേകത. അപ്പൊ എല്ലാവരും ഇങ്ങനെ വേണം ഫോളോ അപ്പ് ചെയ്ത് പോകാനായിട്ട്. നമ്മളൊരു വെറുതെ ടച്ച് ചെയ്യാൻ പറ്റും, പറ്റായില്ല ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ടച്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് വല്ല എറേഴ്സ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റില്ല. അണ്ടു അടിക്കാൻ പറ്റും, അതിനൊരു പരിധിയുണ്ട്. നേരെ മറിച്ച് നമ്മൾ ലെയർ ആയിട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ലെയർ അങ്ങനെ തന്നെ റിമൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം. പറഞ്ഞോളൂ. ക്രിയേറ്റ് ന്യൂ ലെയർ എന്ന് കാണുന്നില്ലല്ലോ. അതായത് ലെയേഴ്സിന്റെ താഴെ നമ്മൾ ഇന്നലെ അഡ്ജസ്റ്റ്മെന്റ് ലെയർ എടുത്തില്ലേ, അതിന്റെ തൊട്ടകത്തായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. തൊട്ടപ്പുറത്തായിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ. അഡ്ജസ്റ്റ്മെന്റ് ലെയർ കഴിഞ്ഞിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷനാണ് ക്രിയേറ്റ് ന്യൂ ലെയർ. ഒന്ന് എടുത്തു നോക്കി നോക്കൂ. സാർ അത് ഷോർട്ട് കീ ഉണ്ടാവും ന്യൂ ലെയർ? അതിന് ഷോർട്ട് കീ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ഷോർട്ട് കീ ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങനെ ഷോർട്ട് കീ, അതിന്റെ ഷോർട്ട് കീ വരുന്നത് കൺട്രോൾ ഷിഫ്റ്റ് എൻ അടിക്കുക. അതാണ് അങ്ങനെ ഷോർട്ട് കീ വരുന്നത്. കൺട്രോൾ ഷിഫ്റ്റ് എൻ ലെയർ 1. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ലെയർ വരും. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്താലും ആ ലെയർ വരും. സെയിം തന്നെ. അതിന് ഷോർട്ട് കീസ് ഒക്കെ എല്ലാവരും ജസ്റ്റ് എഴുതി വെക്കാട്ടോ. നമ്മൾ ഇങ്ങനെ വർക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഈ ഷോർട്ട് കീസിലാണ് കൂടുതൽ കളി വരിക. നമുക്കല്ലാതെ നമുക്ക് നേരെ പ്രാക്ടിക്കൽ തിയറി പോലെ എല്ലാം പോവുക. നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമ്പോൾ ഷോർട്ട് കീസ് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അതിനെന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അത് മനസ്സിലായെന്ന് വിചാരിക്കണം അപ്പൊ എല്ലാവർക്കും കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം.
നമ്മളിപ്പോ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന ഈ ലെയറിലല്ലാതെ സെപ്പറേറ്റ് ആയിട്ടൊരു ലെയർ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെ വേണം ടച്ച്. പ്രൊഫഷണൽ രീതിക്ക് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് മിസ്റ്റേക്കുകൾ ഒഴിവാക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ വർക്കുകളെല്ലാം ചില വർക്കുകളൊക്കെ നമ്മൾ ചിലവർ ചെയ്യാറുണ്ട്. വർക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അതിനകത്ത് ഇന്ന സാധനം മാറ്റാൻ വേണ്ടി പറഞ്ഞു ചിലപ്പോൾ ഒരു ചെറിയ ഫിഗർ ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ടച്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഇമേജ് ആയിരിക്കും. അത് മാറ്റാൻ വേണ്ടി പറയുമ്പോൾ അത് അവിടെ മെർജ് ആയിരിക്കും. അപ്പൊ നമുക്ക് ആ ഒരു വർക്ക് അങ്ങനെ തന്നെ ലോസ് ആയി പോകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു ഫിഗർ മാത്രമേ മാറ്റുന്നതായിട്ടുള്ളൂ അതിനകത്ത്. പക്ഷെ അത് ലെയർ ആണെങ്കിൽ നമുക്ക് മാറ്റായിരുന്നു. പക്ഷെ ലെയർ എല്ലാം മെർജ് ആണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു വർക്ക് അവിടെ ഫ്ലോപ്പ് ആവും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലെയർ ആയിട്ട് എപ്പോഴും ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലെയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ലെയേഴ്സിൽ പോയിട്ട് ജസ്റ്റ് ഇവിടെ ലെയർ ഇവിടെ ക്രിയേറ്റ് ന്യൂ ലെയർ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ Ctrl+Shift+N പ്രസ് ചെയ്താലും നമുക്ക് അത് കിട്ടും. ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ലെയർ വരും. എന്നിട്ട് വേണം ടച്ച് ചെയ്യാനായിട്ട്. പിന്നെ ടച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ കറണ്ട് ലെയർ ആയിരിക്കും എല്ലാവർക്കും എടുക്കുന്നുണ്ടാവുക. അത് മാറ്റി കറണ്ട് ആൻഡ് ബിലോ ലെയർ ആക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ ലെയറിൽ ടച്ചിങ് വരുന്നുള്ളൂ കേട്ടോ. എല്ലാവരും ശ്രദ്ധിക്കണേ. അത് എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്ന സംഭവമാണ്. കറണ്ട് ആൻഡ് ബിലോ ലെയർ എവിടെയാ സർ കിടക്കുന്നത്? അതായത് നമ്മൾ ആ ടൂൾ എടുക്കുമ്പോൾ നമ്മുടെ മേലത്തെ ആ ടൂൾ ബോക്സ് വരുമല്ലോ മുകളില്, അതിനകത്ത് കറണ്ട് ആൻഡ് ബിലോ ലെയർ എന്ന് പറഞ്ഞ കറണ്ട് ലെയർ നമുക്ക് എടുക്കുന്നുണ്ടാവുക. സാമ്പിൾ എന്ന് പറഞ്ഞ എടുക്കുന്ന ടാബില് കറണ്ട് ലെയർ നമുക്ക് എടുക്കുന്നുണ്ടാവുക. അത് മാറ്റിയിട്ട് കറണ്ട് ആൻഡ് ബിലോ ലെയർ ആക്കണം കേട്ടോ. കിട്ടിയോ? ഇല്ല. നോക്കുവാണ്. അതായത് ഈ ടൂൾ എടുത്തോ, നമ്മൾ ഹീലിംഗ് ബ്രഷ് ടൂൾ എടുത്തോ? എടുത്തു. അതിന് മുകളിൽ നമ്മൾ സാമ്പിൾ എന്ന് പറഞ്ഞ് കാണുന്നുണ്ടോ മുകളിലത്തെ ടാബില്? ജസ്റ്റ് മേലെ നമ്മുടെ ഫയൽസ് ഒക്കെ കാണുന്നതിന്റെ താഴെ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടില്ലേ? അതിനകത്ത് സാമ്പിൾ എന്ന് പറയുന്ന ഒരു ടാബ് ഉണ്ട്. സാമ്പിൾ, അതിനകത്ത് കറണ്ട് ലെയർ എന്ന് കാണും. അതായത് കറണ്ട് ആൻഡ് ബിലോ ലെയർ കൊടുക്കണം. എന്നാൽ മാത്രമേ ടച്ചിങ് വരത്തുള്ളൂ കേട്ടോ. എല്ലാവർക്കും മിസ്റ്റേക്ക് വരുന്ന ഒരു ഭാഗമാണ് അത്. നമ്മൾ ആ വിചാരിക്കും അത് ടച്ച് ചെയ്യുമ്പോൾ വരുന്നില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഇതാണ് കേട്ടോ. കറണ്ട് ലെയർ ആവുമ്പോൾ എടുക്കുന്നുണ്ടാവുക. അത് മാറ്റിട്ടിട്ട് കറണ്ട് ആൻഡ് ബിലോ ലെയർ ആക്കി ഇടണം കേട്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സില് എല്ലാ കാര്യവും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കണം. ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും എല്ലാ കാര്യം മനസ്സിലായി. ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യുമ്പോൾ ചോദിച്ചാലും മതി, കുഴപ്പമില്ല. പിന്നെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ന് തന്ന ഇമേജ് ഉണ്ടല്ലോ, പിമ്പിൾസ് ആയിട്ടുള്ള ഇമേജ് ഉണ്ടല്ലോ, ഏറ്റവും ബെറ്റർ ആയിട്ട് ടച്ച് ചെയ്തിടുക. അതായത് മാക്സിമം ഫിനിഷിങ് കിട്ടാൻ ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഈ 4 ടൂൾ ഉപയോഗിച്ച് മാക്സിമം ഫിനിഷിങ്ങിലൂടെ ടച്ച് ചെയ്തിടാൻ പറ്റുമെന്ന് നോക്കുക. അധികം ഫോൾട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ചോദിക്കാം. പറഞ്ഞോളൂ. അല്ല അത് പിന്നെ പേഴ്സണൽ ചോദിക്കാം. എന്തായാലും ഡൗട്ട് വരും. എന്താ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഈ ഒരു ബ്രഷിംഗ് ടൂളാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് വരുന്ന ഒരു ടൂൾ. ഈ ടൂൾ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഡൗട്ട് വരും. അതായത് ഇത് യൂസ് ചെയ്യുമ്പോഴാണ് ഡൗട്ട് വരും. പ്രാക്ടീസ് ചെയ്യും തോറും ഏറ്റവും ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. നമുക്ക് ഇതിനകത്ത് തിയറിയേക്കാൾ നല്ല പ്രാക്ടീസിങ് ആണ് വേണ്ടത്. ഫോട്ടോഷോപ്പിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യും തോറും നമുക്ക് അതിന്റെ എക്സ്പീരിയൻസ് കൂടുകയുള്ളൂ. നമുക്ക് അതിനുള്ള പുതിയ വഴികൾ, പുതിയ ഐഡിയാസ് വരും. ടച്ച് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് പാച്ച് ചെയ്യുമ്പോൾ എങ്ങനെ പാച്ച് ചെയ്യണം, അതിനാണ് പലതരത്തിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെയാണ് നമുക്ക് ഇതിലോട്ട് വരുള്ളൂ, നമ്മളൊരു സ്റ്റൈലിലോട്ട് വരുള്ളൂ, നമ്മുടെ രീതിക്ക് വരുള്ളൂ. അപ്പൊ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാം എല്ലാവരും കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എല്ലാവരും ഗ്രൂപ്പിൽ ചോദിക്കുക. അപ്പൊ നന്നായിട്ട് എല്ലാവരും ഇത് ടച്ച് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പൊ ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇപ്പൊ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. Thank you.